الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. صالح المؤمنين أبو بكر وعمر كما كان شفيعنا محمد مصطفى صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جد لي وافرا يا بهجة الدارين كل ناصرا يا غافر اللاسين كل غافرا جد لي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي أمدي على شفدي مشيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين لخمسة نطفي بها هرا وباء الهاتما المصطفى والمرتضى وابناهما والفاطمة. ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ മദീനതൻ വാനിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റോളതൻ വീട്ടിലായി മാത്രം പറന്നേനെ. ഞാനൊരു
മലരും മണമായിരുന്നെങ്കിൽ മദീനതൻ കാറ്റിലായി മാത്രം ലയിച്ചേന് അമ്പിളി തോൽക്കും അഴകിൽ വിരിഞ്ഞോർ അമ്പവൻ്റമ്പിയ രാജാനബിയോ വാഴുമാ പാവന തീരത്തമ്മണയാ ഉള്ളം കൊതിച്ചു പോയി ഹൃദയം തുടിച്ചു പോയി ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ മദീനതൻ വാനിലായി മാത്രം ഉദിച്ചേന് ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗളതൻ മേട്ടിലായി മാത്രം പറന്നേനെ ഞാനൊരു വൃക്ഷത്തിൻ തണലായിരുന്നെങ്കിൽ റൗളയ്ക്ക് തണലായി എന്നും വസിച്ചേന് ഞാനൊരു പുഴയായിരുന്നെങ്കിൽ മദീനതൻ ചോട്ടിലായി എന്നും ഒലിച്ചേനെ ഞാനൊരു കത്തും വിളക്കായിരുന്നെങ്കിൽ റൗളതൻ പ്രഭയിൽ എന്നും ജ്വലിച്ചേന് അമ്പിളി തോൽക്കും അഴകിൽ വിരിഞ്ഞോർ അമ്പവൻ്റമ്പിയ രാജാനബിയോ വാഴുമാ പാവന തീരത്തൊന്നണയാ ഉള്ളം കൊതിച്ചു പോയി എന്റെ ഹൃദയം തുടിച്ചു പോയി ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ മദീനതൻ വാനിലായി മാത്രം ഉദിച്ചേന് ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗളതൻ വീട്ടിലായി മാത്രം പറന്നേനെ. ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം അന്ത്യപ്രവാചകന്റെ ആത്മമിത്രം എന്ന ലോകത്ത് ജീവിച്ചുപോയ ഒരു വ്യക്തിയുടെ ജീവിത ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ, ആ ചരിത്രത്തിന്റെ ചില ഗുണപാഠങ്ങൾ, പറയാതെ വിട്ടുപോയ ചില ഭാഗങ്ങൾ. ഈ വ്യക്തിയെ പരാമർശിക്കാതെ കേരളത്തിൽ ഒരു പ്രഭാഷകനും തന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവരൊക്കെ സഞ്ചരിച്ചിട്ട് പോയതും സഞ്ചരിക്കാതെ പോയതുമായ ചില വഴികളിൽ പ്രധാനപ്പെട്ടതിന് അടർത്തിയെടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവതലമുറയിലെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് ആവേശം പകരുവാനും ഈമാൻ കാത്തു സൂക്ഷിക്കുവാനും സമർപ്പിക്കുക എന്നതാണ് ഈ വിഷയത്തിന്റെ ആകത്തുക എന്നാമുഖമായി ഓർമ്മപ്പെടുത്തി വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകത്തിന്റെ നായകൻ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ കവാടങ്ങൾ തുറന്നു മക്കയുടെ വിരുമാറിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് കണ്ണിൽ കാണുന്നതിനൊക്കെ ദൈവങ്ങളായി ആരാധിച്ചിരുന്ന, അതിന്റെ മുന്നിലൊക്കെ സാഷ്ടാംഗം പ്രണമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്റെ മകന്റെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് ഒരു പ്രിയപ്പെട്ട പിതാവ് മക്കയുടെ പരിസരത്ത് ബിംബങ്ങളെയും കല്ലുകളെയും ആരാധ്യ വസ്തുക്കളെയും ഒരുമിച്ച് കൂട്ടി നിർത്തപ്പെടുന്ന, ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന റൂമിന്റെ കത്തളത്തിലേക്ക് തന്റെ മകനെയും കൊണ്ട് കടന്നു ചെല്ലുകയാണ്. അബൂ ഖുഹാഫ എന്നറിയപ്പെടുന്ന പിതാവ് തന്റെ പ്രിയപ്പെട്ട മകന്റെ വിരൽത്തുമ്പ് പിടിച്ചിട്ട് ആ മകനെയും കൊണ്ട് നടന്നു പോകുന്ന ദൈവങ്ങളെ കുറിച്ച് വാഴ്ത്തി പറഞ്ഞു പാടിക്കൊടുക്കുകയാണ്. മകനെ, ഈ ലോകത്തെ ദൈവങ്ങളെ കുറിച്ച് നാം പഠിക്കണം. ഞാനിപ്പോ നിന്നെ കൊണ്ടുപോകുന്നത് ഈ ലോകത്തെ പടച്ച ദൈവങ്ങളുടെ മുന്നിലേക്കാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവിധ സന്തോഷങ്ങളും തരുന്ന, എനിക്കും നിനക്കും ഭക്ഷണം തരുന്ന, ആരോഗ്യം തന്നെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളുടെ മുന്നിലേക്കാണ് പൊന്നുമോനെ നിന്നെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഖുഹാഫ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട പിതാവ് തന്റെ മകന്റെ വിരൽത്തുമ്പ് പിടിച്ച് ആരാധനാലയത്തിനകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആ പ്രിയപ്പെട്ട പിഞ്ചു മകന് ചെറിയ പ്രായമാണെങ്കിൽ പോലും സ്വയമായി പല കാര്യങ്ങളും ചിന്തിക്കുന്നതിനുള്ള കഴിവും കരുത്തുമുണ്ടായിരുന്നു. ബിംബങ്ങളെ നിറച്ചു വെച്ചിരിക്കുന്ന റൂമിന്റെ അകത്തളത്തിലേക്ക് അബൂ ഖുഹാഫ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പിതാവ് മകനെയും കൊണ്ട് കടന്നു ചെല്ലുമ്പോ ആ റൂമിന്റെ അകത്ത് നിറച്ചു വെച്ചിരിക്കുന്ന ബിംബങ്ങളിലേക്ക് നോക്കി അബൂ ഖുഹാഫ ആരാധനയുടെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോ ആ പ്രിയപ്പെട്ട മകൻ ആ റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഈ ആകാശവും ഈ ഭൂമിയും എന്നെയും എന്റെ ഉപ്പയെയും കുടുംബത്തെയും മനുഷ്യവർഗത്തെയും മുഴുവനും പടച്ചിരിക്കുന്നത്
ഈ ബിംബങ്ങളാണോ എന്നുള്ള ഒരു വലിയ സംശയം ആ പിഞ്ചുകുഞ്ഞിന്റെ മനോമുഖരത്തിൽ തികട്ടി വരികയാണ്. തന്റെ പിതാവ് ചെയ്യുന്നത് പോലെ ആരാധന ചെയ്യാൻ ആ മകന് കഴിയുന്നില്ല. തന്റെ പിതാവ് ആ ബിംബത്തിന് മുന്നിലേക്ക് തലകുനിച്ചിരിക്കുമ്പോ ഈ പ്രിയപ്പെട്ട മകന് അങ്ങനെ തലകുനിച്ചിരുന്നുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കാൻ അനുവാദം കിട്ടാത്തതുപോലെ, മനസ്സനുവദിക്കാത്തതുപോലെ ആ റൂമിന്റെ അകത്തിരുന്ന വേദനയോടുകൂടി തന്റെ പിതാവ് ഇതെന്താ ചെയ്യുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. അബൂ ഖുഹാഫ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പിതാവ് ഈ പൊന്നുമോന്റെ പിന്നിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് മോനെ ഈ ബിംബങ്ങളെ നീ സാഷ്ടാംഗം ചെയ്യാത്തത്? ഈ ബിംബങ്ങളാണ് നമ്മുടെ ദൈവങ്ങൾ. ഇതിനെയാണ് കാലങ്ങളായി നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ അബൂ ഖുഹാഫയുടെ പ്രിയപ്പെട്ട പിന്നുമകൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, കല്ലുകളും തടികളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട, മനുഷ്യൻ നിർമ്മിക്കപ്പെട്ട ഈ ബിംബങ്ങളുടെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ പറയുമ്പോ എനിക്ക് തന്നിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ വിശാലമായ ആകാശത്തെ പടക്കാൻ, ഈ പ്രവിശാലമായ ഭൂമിയെ പടക്കാൻ, അതിനേക്കാളേറെ ആ രണ്ട് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ കാണുന്ന അനേകം കോടി അത്ഭുതങ്ങളെയും അത്യത്ഭുതങ്ങളെയും അതിശയങ്ങളെയും പടക്കാൻ ഒരിക്കലും ഈ ബിംബങ്ങളാകുന്ന കല്ലുകൾക്കും തടികൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇതിന് ആരാധന അർപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ പ്രിയപ്പെട്ട പൊന്നുമോനാണ് എന്റെ പ്രിയപ്പെട്ടവര്. ഇന്ന് അൽ ഹിസാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ സമക്ഷത്തിൽ ഈ സ്വർഗീയാരാമത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ കൊണ്ടുവരുന്ന കഥാനായകൻ. വളർച്ചയുടെ കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ ഓരോ മേഖലയിൽ ആ പ്രിയപ്പെട്ട പൊന്നുമകന്റെ ചിന്തകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട പൊന്നുമകന് ഏറ്റവും നല്ല വഴികാട്ടിയായി, മനസ്സിന് ഏറ്റവും നല്ല സന്തോഷം കൊടുത്തുകൊണ്ട് എപ്പോഴും തന്റെ കൂടെ സഹകരിച്ചുകൊണ്ടിരുന്ന ആ മക്കത്തവനിക്ക് ഏറ്റവും അധികം മനോമുഖരത്തിൽ നിന്ന് മാറ്റാൻ കഴിയാറ് തന്റെ മനസ്സിന്റെ ഉള്ളറയിൽ സ്നേഹനായകനായി പതിപ്പിച്ചു വെച്ചതോടെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ തന്റെ ജീവിതത്തിന്റെ എല്ലാമായി മാറാൻ പോവുകയാണ്. എന്തൊരു അത്ഭുതമാണ് ആ കൂട്ടുകാരൻ. ആരാധനാലയത്തിന്റെ ഉള്ളറയിൽ നിന്ന് ബിംബങ്ങൾക്ക് സാഷ്ടാംഗം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങി വന്ന അബൂ ഖുഹാഫയുടെ പൊന്നുമോന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഏറ്റവും വലിയ അത്ഭുതം ലോകത്ത് കാഴ്ചവെച്ച കൂട്ടുകാരനായിരുന്നു. തന്റെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം കൊടുത്ത, മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ പ്രകാശത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ ഒരുമിച്ച് പൊട്ടിവിരിയുന്ന പോലെ ആഹ്ലാദത്തിമർപ്പിൽ ആറാടി പോകുന്ന ആ പൂർണ്ണമായ സന്തോഷം തന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ആ കൂട്ടുകാരന്റെ മക്കാർ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നും അസ്വാദിഖ് എന്നുമായിരുന്നു. വിശ്വസ്തനെന്നും സത്യസന്ധനെന്നും ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത, ഒരാളെ പോലും വന്നിച്ചിട്ടില്ലാത്ത ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ കാണാതെ ഉറങ്ങില്ല. ആ കൂട്ടുകാരന്റെ അടുത്ത് പോയിരിക്കാറ് ജീവിതത്തിൽ ഒരു സന്തോഷമില്ല എന്ന് മനസ്സിലാക്കി ഏറ്റവും നല്ല മക്കയറിയപ്പെട്ട ഏറ്റവും നല്ല കൂട്ടുകാരായി ഈ പ്രിയപ്പെട്ട അബൂ ഖുഹാഫയുടെ മകനും അല്ലമീനെന്ന് സോദിക്കെന്ന് വിളിച്ചിരുന്ന ഈ പ്രിയപ്പെട്ട മകനും ഒരുമിച്ച് സന്തോഷത്തോടെ ലോകമറിയപ്പെട്ട കൂട്ടുകാരായി മാറുകയാണ്. ഈ അബൂ ഖുഹാഫയുടെ മകൻ വളർന്നു വരികയാണ്. അബൂ ഖുഹാഫയുടെ മകൻ വളർന്നു വരുമ്പോ മക്ക മുഴുവനും അബൂ ഖുഹാഫയുടെ പൊന്നുമോനെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി വിളിച്ചിരുന്ന മനോഹരമായ നാമം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നീ സദസ്സിൽ നിന്ന് 2 മണിക്കൂർ പ്രഭാഷണം കഴിഞ്ഞിട്ട് ATACയുടെ ഓഡിറ്റോറിയത്തിന്റെ സമക്ഷത്തിൽ നിന്ന് ഈ ഗ്രൗണ്ട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോ ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആണിന്റെയും പെണ്ണിന്റെയും ഭാര്യകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിൽ നിന്ന് ആവേശത്തോടെ പറയാനുള്ള മനോഹരമായ നാമമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആവേശത്തോടെ പറയുക, ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും നല്ല ആവേശത്തോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് തർബിയത്ത് പറയുന്നവർ രാത്രിയായിട്ട് ഈ രാത്രി അങ്ങോട്ട് മാറട്ടെ. അല്ലാഹുവിന്റെ റസൂലെന്ന അല്ലമീനെന്ന സോദിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിലെ വിരുമാറി വളർന്നു വരികയാ. കള്ളം ചൂണ്ടിക്കാണിക്കാനില്ല, കപടതകൾ ചൂണ്ടിക്കാണിക്കാനില്ല, കുറ്റപ്പെടുത്തലുകളില്ല. ജനസമ്മതനായി സുസമ്മതനായി മക്കയുടെ വിരുമാറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വരികയാണ്. നുബുവത്ത് ലഭിച്ചിട്ടില്ല. 40 വയസ്സ് വരെ മക്കയുടെ മണ്ണിൽ ജീവിച്ചിരുന്ന സാധാരണ ഒരു അറബി പയ്യനാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ നിന്ന് എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ സാധ്യമല്ല. കാരണമെന്ത്? അത്ഭുതങ്ങളും അത്യത്ഭുതങ്ങളും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലൂടെ കാണിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ വീതിയിലേക്ക് കടന്നവരാ പോവുകയാണ്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് ഞെട്ടി ഉണർന്നു പോവുകയാ. 3 പ്രാവശ്യം ചേർത്തുകൊണ്ട് അത്ഭുതകരമായ ഒരു സ്വപ്നം കാണുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 പ്രാവശ്യം ചേർത്തുകൊണ്ട് അത്ഭുതകരമായ ഒരു സ്വപ്നം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് 2 വർഷവും ഏതാനും മാസങ്ങളും കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത്. തൈം വംശത്തിൽ അബൂ ഖുഹാഫയുടെയും സൽമ എന്ന് പറയുന്ന ഉമ്മയുടെയും പൊന്നുമോനായി പ്രിയപ്പെട്ടവനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറന്നു വീണപ്പോ ഏറ്റവും നല്ല കൂട്ടുകാരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞെടുത്തു. അതിനപ്പുറം ഒരു വലിയ കൂട്ടുകാരൻ ലോകത്ത് പിന്നെ ലഭിക്കാനുണ്ടോ? സന്തോഷത്തോടെ ജീവിച്ചു. ഒരിക്കലൊരു അത്ഭുതകരമായ സ്വപ്നം കാണുകയാണ്. കണ്ടു ഞെട്ടി ഉണർന്നു. 3 പ്രാവശ്യം ഒരേപോലെ സ്വപ്നം കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ജീവിച്ചിരുന്ന ഒരു പുരോഹിതന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ക്രിസ്തീയ പുരോഹിതനാണ്, ഞാൻ ഇന്നലെ ഓരോ സ്വപ്നം 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് രാത്രിയിൽ കണ്ടു. അയാൾ ചോദിച്ചു, എന്ത് സ്വപ്നമാകേണ്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശത്തിൽ നിന്ന് ചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരികയാണ്, 2ആയിട്ട് പിളരുകയാണ്. ആ ചന്ദ്രനെ ഏതോ ഒരു മനുഷ്യൻ വന്നിട്ട് 2ആയി പിളന്നുപോലെ ചന്ദ്രനെ ഒട്ടിച്ചിട്ട് മുകളിലേക്ക് കടത്തിവിടുന്ന രംഗം ഞാൻ കണ്ടുപോയി. ക്രിസ്തീയ പുരോഹിതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ വേദഗ്രന്ഥങ്ങൾ വരുമെന്ന് പറഞ്ഞ അന്ത്യപ്രവാചകൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രവാചകൻ വരാൻ സമയമായി എന്നത് ഈ സ്വപ്നം നൽകുന്ന ഒരു വലിയ സൂചനയാണ് എന്ന് ആ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ര വലിയ കാര്യമാക്കിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബം തന്നെ വലിയ കച്ചവടക്കാരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോയി. ഷാമിലേക്ക് പോയപ്പോൾ മക്കയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രിയ കൂട്ടുകാരനായ മുഹമ്മദ് എന്ന് പറയുന്ന പിൽക്കാലത്ത് പ്രവാചകനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാത്ര ചോദിച്ചുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഒഴിഞ്ഞ് ഒരു ഭാഗത്ത് മാറിപ്പോയിരുന്നു കൊണ്ട് ധ്യാനത്തിലും ആരാധനയിലും ഒഴുകിയിരിക്കുക ഒരുപാട് സമയം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോയി. അവിടെ നിൽക്കട്ടെ, ഇനി ആ ചരിത്രത്തിൽ നാം വിളിക്കുമ്പോൾ മാത്രം നമ്മുടെ പ്രിയപ്പെട്ട ആത്മമിത്രം വന്നാ മതി. തൽക്കാലം അവിടെ നിൽക്കട്ടെ. പക്ഷെ മക്കയിൽ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാധനയ്ക്കിരിക്കുന്ന ഓർഹിറായുടെ ഉള്ളറയിലേക്ക് അല്ലാഹുവിന്റെ മലക്ക് പറന്നു വരികയാ. അതുവരെ പ്രവാചകനായിരുന്നില്ല, അതുവരെ പ്രവാചകനായിരിക്കുമോ എന്നൊരു സാധ്യത പോലും ജനങ്ങൾ തുറന്നിരുന്നില്ല. പക്ഷേ ഒരാളെ പോലും വേദനിപ്പിക്കാറ്, നടന്നു പോകുന്ന വഴിപ്പാറയിലെ കുഞ്ഞുറുമ്പുകളെ പോലും വേദനിപ്പിക്കാറ് യാത്ര ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്ത് വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹുവിന്റെ റസൂലേ, സൃഷ്ടിച്ചനാഥന്റെ നാമത്തിൽ വായിക്കണമെന്ന ഖുർആനുണ്ട്. ഏറ്റവും വലിയ അത്ഭുതമായ ഖുർആനിന്റെ ആദ്യത്തെ വചനങ്ങള് ഹിറാ ഗുഹയുടെ ഉള്ളറയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എഴുതാൻ അറിഞ്ഞുകൂടാത്ത, വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ലോകത്തിന്റെ താരകമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മാനബിഖാരി, എനിക്ക് ഓതാനറിയില്ല, എനിക്ക് പാരായണം ചെയ്യാനറിയില്ല. അവിടെ നിന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ 2 ചിറകിന്റെ അടിയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ചേർത്ത് വെച്ചുകൊണ്ടെന്ന് വരുന്നു നിറക്കിയപ്പോ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ അത്ഭുതത്തിന്റെ വചനങ്ങൾ ലോകത്ത്
സമർപ്പിച്ചുകൊണ്ട് ഇന്നും ലോകം മുഴുവൻ ചർച്ച ചെയ്താ തീരാത്ത, ഇന്ന് ശാസ്ത്രലോകങ്ങൾ അത്ഭുതങ്ങൾ ഒരുപാട് കണ്ടുപിടിച്ചു പോയ, ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടുപിടിച്ചു പോയ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ മനോഹരമായ വചനങ്ങളുണ്ടല്ലോ, ആ വചനങ്ങൾ പറന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നു പോകുമ്പോ സമ്മിലൂനി ഖദീജ, ആ പുതപ്പ് കൊണ്ടെന്ന് മൂടിത്തരൂ ഖദീജ ഇന്ന് പറഞ്ഞുകൊണ്ടല്ലോ റസൂൽ കടന്നു വന്നവരുടെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. ഇന്നലെ വരെ സ്നേഹിച്ചിരുന്നവര്, ഇന്നലെ വരെ ഇഷ്ടപ്പെട്ടിരുന്നവരെല്ലാം കല്ലുപറക്കി എറിയുകയാ, ഭ്രാന്തനെന്ന് പറയുകയാ, എല്ലാ സ്നേഹ കൊട്ടാരങ്ങളെയും തമലിച്ചെറിയുകയാണ്, എല്ലാ ബന്ധങ്ങളെയും തകർത്തെറിയുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മക്കയാകെ മാറിപ്പോയിരിക്കുകയാണ്. ഒരു കുഞ്ഞു പോലും കുറ്റം പറയാതിരുന്ന അല്ലമീനെന്ന് വിളിച്ചിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനങ്ങളൊക്കെ കുറ്റപ്പെടുത്തുകയാണ്. അവിടേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കടന്നു വരികയാ, വേദനയോടെ കഴിയുന്ന മുത്ത് റസൂലിന്റെ ചാരത്ത് വന്നിരിക്കുകയാണ്. ആ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന നബിയെ എന്തിനാണ് അവിടുന്ന് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കറേ, ഈ ലോകത്തെ പടച്ചതമ്പുരാ, ആകാശഗോളങ്ങളെ പടച്ചതമ്പുരാ, ഭൂമിയിൽ അത്ഭുതങ്ങളെ പടച്ചതമ്പുരാ, കോടാനുകോടി സത്യചരാചരങ്ങളെ ഈ ലോകത്ത് പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചതമ്പുരാ, അവന്റെ മാലാകെ പറന്നു വിട്ടുകൊണ്ട് എന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന കാര്യം പറയുമ്പോ എന്തുകൊണ്ട് ആത്മമിത്രമായെന്ന് നിങ്ങൾ ചോദിക്കുമല്ലോ. എത്രയോ സഹാബികളുണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടല്ലോ എന്റെ റസൂലിന്റെ ആത്മമിത്രമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തെന്നറിയുമോ? ആ വാക്കുമുത്ത് റസൂൽ പറയുമ്പോ കരം പിടിച്ചുകൊണ്ട് ആദ്യമായി പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ വിശ്വസിക്കുന്ന നബിയെ, അല്ലാഹുവിന്റെ റസൂലായി ഞാൻ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ മനസ്സിന്റെ അകത്ത് സംശയമില്ല. ഓർത്തു നോക്ക് പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂലിന്റെ മനോമുഖരത്തിൽ ആദ്യമായി വന്ന വേദനയ്ക്ക് വിരാമമിടാ, പുഞ്ചിരിക്കുന്ന മുഖവുമായി കരുത്തുള്ള ശരീരവുമായി കടന്നു വന്ന ഒന്നാമത്തെ രാജകുമാരനെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്റെ കടുവയിൽ പള്ളിയുടെ പരിസരത്ത് വന്ന ചുണക്കുട്ടന്മാരെ, ഇന്നത്തെ രാത്രിയിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ആ ചരിത്രത്തിനെ ഒന്ന് അവലോകനം ചെയ്തു നോക്കാം. നിനക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെ കടന്നുപോയവരാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സച്ചിൻ ടെണ്ടുൽക്കർ ടെസ്റ്റിൽ എത്ര റണ്ണെടുത്തെന്ന് ചോദിച്ചാൽ ആവേശത്തോടെ പറയുന്ന ചെറുപ്പക്കാരാ, ക്രിക്കറ്റ് മരമാണെങ്കിൽ ദൈവമാണ് സച്ചിൻ എന്ന് പറയുന്ന നടയന്മാരെ, കലാകായിക രംഗത്ത് ഇന്ത്യക്ക് അഭിമാനമായി മാറിയ താരങ്ങളെ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളെ പോലെ ഞാനും അവരെ ഇഷ്ടപ്പെടുകയാണ്. പക്ഷേ ആ ഇഷ്ടങ്ങളൊക്കെ ദുനിയാവിന്റെ മണ്ണിൽ വലിച്ചെറിയണം ചെറുപ്പക്കാരാ. ആ ഇഷ്ടങ്ങളും ബന്ധങ്ങളുമില്ല ഇവിടെ അവസാനിക്കണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അത് ഈ ലോകത്തേക്ക് മാത്രമുള്ളതാ, ഇവിടത്തെ ചിരികളികൾക്ക് മാത്രമുള്ളതാ. പക്ഷേ നിങ്ങൾ ഈ പറയാൻ പോകുന്ന മുത്ത് റസൂലിന്റെ പ്രിയപ്പെട്ട ആത്മചരിത്രത്തിന്റെ ചരിത്രമുണ്ടല്ലോ, നിങ്ങൾ മരണപ്പെട്ട് കബറിന്റെ ഉള്ളറയിൽ കിടക്കുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത് സൂറന്ന കാഹളത്തിൽ രൂപപ്പെടുമ്പോ എവിടെ എന്നെ ഇഷ്ടപ്പെട്ടവരെവിടെ, എന്നെ സ്നേഹിച്ചവരെവിടെ, എനിക്ക് വേണ്ടി പറന്നവരെവിടെ, എന്റെ ജീവിതം കണ്ടുകൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ പ്രേമിച്ചവരെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കബറിന്റെ ഉള്ളറയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന നിങ്ങളെ സ്വീകരിക്കാൻ രാജകുമാരന്റെ ആത്മമിത്രമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കും. അല്ലാഹു ആ തൗഫീഖ് നമുക്ക് തരുമാറാകട്ടെ. ഇവിടെ ഞാൻ പറയുന്നു, ഇത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നിട്ട് ഇതിൽ പറയുന്ന ചില രംഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംജാതമാകുമ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വീകരിച്ചതുപോലെ ഒരു സമീപനം സ്വീകരിക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് സാധ്യമായാൽ
അവിടെയാണ് പൊന്നുമോനെ അല്ലാഹു നിനക്ക് വിജയം തരുന്നത്. മഹാന്മാര് നടന്നുപോയ ഇസ്ലാമിന്റെ വഴിത്താരയിൽ കുപ്പിയാണെങ്കിലും മുള്ളാണെങ്കിലും സന്തോഷത്തോടെ നടന്നുപോയിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നുയർന്നു പോരെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എവിടേക്ക് തിരിഞ്ഞാലും നിന്നെ കൊണ്ടുപോകാ ദുനിയാവിന്റെ മായാവലയം നിന്നെ കാത്തിരിക്കുമ്പോ, പിശാചിന്റെ കെണിവലകൾ നിന്നെ കാത്തിരിക്കുമ്പോ അതിൽ നിന്നും വീണു പോകാ ഇസ്സത്തുള്ള എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ ആൺകുട്ടികളെ പോലെ സടകുടങ്ങൾ നേൽക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. കലയെവിടെ നിൽക്കട്ടെ, കായികം അവിടെ നിൽക്കട്ടെ, സിനിമ എവിടെ നിൽക്കട്ടെ, എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിൽക്കട്ടെ. ഈ ലോകത്തിരുന്ന് വിട പറഞ്ഞു പോകേണ്ട ആൺകുട്ടിയെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് അല്ലാതെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മാലാഖമാര് പറന്നിറങ്ങുന്നു. മരണവീട്ടിലെ രാജാവായിട്ട് മരണപ്പെട്ടു പോകാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എപ്പോഴാണ് വന്നത്തിനും മുറന്നറിയാത്ത ആ മരണമെന്ന് പറയുന്ന ആ സംഭവത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്നോ ചെറുപ്പക്കാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തില് ഈമാനൊന്നുമില്ലാത്ത പവർ ലോകമറിഞ്ഞു പോയ പ്രധാനപ്പെട്ട 4 സംഭവങ്ങളാ. ഈമാന്റെ പവർ അറിഞ്ഞു പോയോ, ഈമാന്റെ ശക്തി അറിഞ്ഞു പോയ പ്രധാനപ്പെട്ട 4 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നതെന്തിനാ? അതുപോലെ ഒരു അവസരം വരുമ്പോ ഞാൻ മുത്തറസൂലിന്റെ ആളോ എന്ന് നെഞ്ചപ്പടിച്ച് പറഞ്ഞുകൊണ്ട് ഈമാന്റെ പകർന്ന് കാത്തു സൂക്ഷിക്കോ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുങ്ങണം കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഈമാന്റെ പവർ ലോകം കണ്ട് അത്ഭുതപ്പെട്ടു പോയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഈമാൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഈമാൻ ത്രാസിൽ വെക്കുക, ത്രാസിന്റെ ഒരു തട്ടിൽ വെക്കുക. എന്റെ ആത്മമിത്രമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ ത്രാസിന്റെ അടുത്ത തട്ടിലും വെച്ചാൽ എല്ലാവരുടെ ഈമാൻ വെക്കാനും ഭാരമുള്ളത് അന്ത്യപ്രവാചകന്റെ ആത്മമിത്രമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനാണെന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത് ഈമാനിന്റെ പവർ ലോകം അറിഞ്ഞു പോയത് എപ്പോഴും അറിയുമോ? ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാണ്. എവിടെ ഇസ്ലാമിന്റെ കാര്യം പറയുന്നുവോ അവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നിട്ട് കഴുത്ത് വെട്ടുന്ന കാലമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മമിത്രമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നിഴല് പോലെ മുത്ത് റസൂലിന്റെ ചാരത്ത് ഇരുന്നും നിന്നും കിടന്നുമെല്ലാം എന്റെ ജീവിതം ചെലവഴിക്കുമ്പോ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബികളൊക്കെ ഇരിക്കുന്ന മജ്ലിസിൽ മുത്ത് നബി തങ്ങൾ ചോദിക്കുകയാണ്, ആർക്കാ ധൈര്യമുള്ളത്, ആർക്കാ ധൈര്യമുള്ളത്? ഇസ്ലാമിന്റെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന് അവതരിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ശത്രുക്കളുടെ സമക്ഷത്ത് പോയിട്ട് ഇസ്സത്തോടുകൂടി നിന്നുകൊണ്ട് പാരായണം ചെയ്യാ ധൈര്യമുള്ളതാരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അന്നിവിടെ ഖുർആൻ ഓതിയാല് തല്ലു കിട്ടുന്ന കാലമാ, അന്നിവിടെ ഖുർആൻ ഓതിയാല് തലവെട്ടുന്ന കാലമാ. ഇസ്ലാമിന്റെ ശത്രുക്കൾ ആര് മുസ്ലിമായിട്ടുണ്ടോ അവരെ കൊന്നെടുക്കാൻ വേണ്ടി വാഹിച്ച് നടക്കുന്ന കാലമാണ്. മുത്തുനബി തങ്ങൾ ചോദിക്കുമ്പോ ഒരു സംശയത്തിന് പോലും ഇടപെടുക്കാറ് എഴുന്നേറ്റ് നിൽക്കുകയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അന്ത്യപ്രവാചകന്റെ ആത്മയുദ്ധത്തെ കുറിച്ച് പഠിക്കാവുന്നവരെ ഈമാന്റെ പവർ ലോകമറിഞ്ഞു പോയ ഒന്നാമത്തെ സംഭവം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാഹുവിന്റെ റസൂലേ, ഏത് ശത്രുവിന്റെ മുന്നിൽ വേണമെങ്കിലും ഞാൻ ഓതിക്കൊള്ളാം നബിയേ, ആ ഖുർആൻ ഇന്ന് തരുവോ, ഞാൻ ഓതിക്കൊള്ളാം നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാ. ഇസ്ലാമിന്റെ ശത്രുക്കൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് മധുരമനോഹരമായ ശബ്ദമാ മക്കത്ഭുതപ്പെട്ടു പോയ ഖിറാത്തിന്റെ ഉടമയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ അങ്ങോട്ട് പാരായണം ചെയ്യുമ്പോ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചവിട്ടുകയാ, അടിക്കുകയാ, ഇടിക്കുകയാ, ഉപദ്രവിക്കുകയാ. ഇസ്ലാമിന്റെ ശത്രുക്കളാ മക്കയുടെ മണൽക്കാട്ടിലിട്ട് ചവിട്ടിക്കൂട്ടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ മാറിപ്പോവുകയാ. 2-3 സഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുത്തുകൊണ്ട് വന്ന് മുത്ത് റസൂലിന്റെ ചാരത്ത് കിടത്തിയിട്ട് പറയുന്ന നബിയേ, ബോധം പോയിരിക്കുന്ന റസൂലേ, ഇസ്ലാമിന്റെ ശത്രുക്കൾ വല്ലാതെ ഉപദ്രവിച്ചിരിക്കുന്ന നബിയേ. ഇത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലരാ വെള്ളമെടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് കുടയുമ്പോ കണ്ണു തുറന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയോ? ചെറുപ്പക്കാരാ, നീ പഠിക്കണം മോനെ, റമളാൻ മാസത്തിൽ മുടക്കി വെച്ച പരിശുദ്ധ ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ട് എത്ര നാളായി ചെറുപ്പക്കാരാ. എത്ര പാവപ്പെട്ട പെൺമക്കളെ കെട്ടിച്ചാൽ, എത്ര ക്യാൻസർ രോഗികൾക്ക് നീ കാശ് കൊടുത്താൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏത് പ്രവാചകന്റെ പ്രസംഗം നടത്തിയാൽ നിന്റെ വീടിന്റെ അലമാരയുടെ കത്തളത്തിരുന്നു കൊണ്ട് നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ശാപത്തിന് പകരം ലോകത്ത് വേറൊന്നുമില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് അവിടെ കിടന്ന് മരിക്കാൻ ഞാൻ കൊതിച്ചിരുന്നു നബിയേ. മുത്തുനബിയേ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് ആ സരസിൽ കിടന്നുകൊണ്ട് മരിക്കാൻ ഞാൻ കൊതിച്ചിരുന്ന നബിയേ. ഇന്ന് എന്തിനാണ് അവിടുന്ന് കൊണ്ടുവന്നത് നബിയേ? അവിടുന്ന് എടുത്തുകൊണ്ടുവന്നത് നബിയേ. എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുതുറുക്കുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ടെത്ര നാളായി ചെറുപ്പക്കാരാ. പടച്ചവന്റെ ഖുർആൻ എന്നെ ശപിക്കൂല്ലേ? ആ ഖുർആനിരിക്കുന്ന വീട്ടിന്റെ അകത്ത് നാടിക്ക് 40 വട്ടം എത്രയോ ഹിന്ദി സിനിമയുടെ പാട്ട് കേട്ടവനാണ്, എത്രയോ സിനിമ കണ്ടവനാണ്, എത്രയോ നുണ പറഞ്ഞവനാണ്. ആ ഖുർആൻ അലമാരയിലിരിക്കുമ്പോ അതിന്റെ മുമ്പിൽ കിടക്കുന്ന കട്ടിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കാമുകിമാർക്ക് പാതിരാ സമയത്ത് നേരം പുലരുവോളം ഫോൺ വിളിച്ച് ഉല്ലസിച്ച ചെറുപ്പക്കാരോ, ഈ ലോകത്തിന്റെ എല്ലാ അത്ഭുതങ്ങളും ഇറങ്ങിക്കിടക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തൊട്ടുനോക്കിയിട്ടെത്ര നാളായി ചെറുപ്പക്കാരാ. ആത്മീയത്തിന്റെ ചരിത്രം പഠിക്കുമ്പോ അതിന്റെ കടുവയിൽ പള്ളിയിൽ വന്ന ചെറുപ്പക്കാർക്ക് തരാറുള്ളത് ഖുർആനാ. നീ വേണ്ടെന്ന് പറയൂ, അല്ലാഹുവിന്റെ ഖുർആൻ നീ വേണ്ടെന്ന് പറയൂ, പഠിച്ചവന്റെ ഖുർആൻ നീ വേണ്ടെന്ന് പറയൂ. പൊന്നുമോനെ, ആ ഖുർആനില്ലാതെ നമുക്ക് ജീവിതമില്ലടോ, ആ ഖുർആനില്ലാതെ നമുക്ക് രക്ഷയില്ലടോ, ആ ഖുർആനില്ലാതെ നമുക്ക് വിജയമില്ലടോ, ആ ഖുർആനില്ലാതെ ജീവിതത്തിന്റെ ഒരു ആത്മീയമായ അനുഭൂതി, ഒരു സന്തോഷവും അല്ലാഹു റബ്ബിൽ ഒരിക്കലും നിനക്ക് തരുന്നതല്ലോ. നിർബന്ധമായും ആ ഖുർആൻ ഒരു ദിവസം 10 ആയത്തെങ്കിലും ഓതാൻ. ഇനി ഓതാൻ അറിയില്ലെങ്കിൽ ഏറെ പേരുണ്ടെന്ന് എനിക്കറിയാം. ഖുർആൻ ഓതാൻ അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ ഖുർആൻ എടുത്ത് നിവർത്തി വെച്ചിട്ട് അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കാനെങ്കിലും എന്റെ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഇന്നെല്ലാവരും നിർത്തിയല്ലോ. സഹോദരിമാര് പണ്ടൊക്കെ ഓതും, ഇന്ന് അവരും നിർത്തി. ഉപ്പമാരുണ്ടായിരുന്നു, പള്ളിക്കകത്ത് നിസ്കരിക്കാമെന്നാൽ ആ നിസ്കാരം കിടന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുമായിരുന്നു. ഇന്ന് ഉപ്പമാരും അവസാനിപ്പിച്ചു. അവരും നിസ്കാരം കഴിഞ്ഞ് ഇശാമഗ്രിബിന്റെ ഇടയിലുള്ള പ്രധാനപ്പെട്ട സമയം മൊബൈൽ എടുത്ത് ഫേസ്ബുക്ക് നോക്കി പള്ളിയുടെ മുമ്പിൽ ഇരിക്കില്ല. 90 ആയാലും ഇത് തന്നെ ജോലി. എന്റെ മുമ്പിൽ അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു ആഫിയത്ത് തന്ന ചെറുപ്പക്കാരാ, കാമുകിമാർക്ക് വേണ്ടി ഉറക്കമിടിയാൻ, പണത്തിനും അധികാരത്തിനും വേണ്ടി അല്ലാഹുവിനെ മറക്കാൻ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് തോന്നിപ്പോകുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന നബിയേ, അവിടെ കിടന്നുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് മരണപ്പെടാതെ കുറിച്ചുപോയി നബിയേ. എന്തിനാണ് അവിടുന്ന് കൊണ്ടുവന്നത് നബിയേ? എന്തിനാണ് അവിടെ നിന്ന് ഇവിടെ കെടുത്തുകൊണ്ട് വന്നത് റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ പവർ ലോകം കണ്ടുപോവുകയാണ്. ഈമാന്റെ മഹത്തരമായ പവർ ഈ ലോകം അറിഞ്ഞു പോവുകയാ, ലോകം അറിഞ്ഞു പോവുകയാ. രണ്ടാമത് എപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാന്റെ പവർ ലോകം അറിഞ്ഞതെന്നറിയോ?
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ സഹാബികൾക്കും എല്ലാ ആശിഖീങ്ങൾക്കും ഞാൻ ഹൗലുൽ കൗസർ കൊടുക്കുന്നതാ. പക്ഷേ ഒരാൾക്ക് മാത്രം ഞാൻ ഹൗലുൽ കൗസർ ഒരു വാക്യത്തേക്ക് ഓടിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു സഹാബിയുണ്ട്. അതാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ സഹോദരിമാര് പഠിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ ഹൗദുൽ കൗസർ ഓടിയിട്ട് വാക്യത്തേക്ക് ഓടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു സഹാബിയാരാ? ഇന്നനാ നിർജൂല കൈസി ഹൗലിക്കല്ലത്തോ യോമ നസിരി കിതാബിയാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദിന്റെ ചാരത്തിൽ നിന്ന് പടച്ചവരെ ഞങ്ങൾ ആട്ടിയോടിക്കല്ലേ അല്ലാഹ്. സവാരിയത്തിന്റെ മലക്കുകൾ വന്ന് നരകത്തിന്റെ ചങ്ങലക്കെട്ടിൽ വലിച്ചെടുത്തുകൊണ്ട് നരകത്തിന്റെ പടിങ്കുടിയിലേക്ക് ആപരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല പടച്ചവരെ. ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ, ഹാഫിലീങ്ങൾ, അനാഥ മക്കളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആലിമീങ്ങളുടെ പരവി കൊണ്ടല്ലോ ആ പടുകൂറ്റൻ പരാജയത്തിന്റെ കുടിയിലേക്ക് ഞങ്ങളെ തള്ളിയിടല്ല അല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആർക്കാണ് ഞാൻ ഹൗദുൽ കൗസർ വാക്യത്തേക്ക് ഓടി ഒഴിച്ചു കൊടുക്കുന്നതെന്നറിയോ? സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ. ഞാൻ 3 പ്രാവശ്യം ആ പേര് പറഞ്ഞതെന്തിനെന്നറിയോ? തർവിയത്ത് പറയാനാണ്. ചെറുപ്പക്കാരോ, സ്നേഹം വരട്ടെ നിന്റെ മനസ്സിന്റെ കത്ത്, ഇഷ്ടം വരട്ടെ നിന്റെ മനസ്സിന്റെ കത്ത്. ഒരു റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ മജ്‌ലിസിൽ നിന്നുകൊണ്ട് പറയുമ്പോ അറിയാതെ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരെ, ആ മുത്തിന്റെ സാരത്തേക്ക് ആഖിറത്തിലിരിക്കാനുള്ള അവസരം അല്ലാഹു തരട്ടെ. അതുകൊണ്ട് പറഞ്ഞുകൊള്ളുക, സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ എന്റെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ടവർക്ക് ഉപദ്രവമേറ്റതുപോലെ വേറെ ആർക്കാ ഉപദ്രവം കിട്ടിയത്? പകൽ സമയത്ത് മുഴുവനും ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നിട്ട് ഓരോ ഉപദ്രവങ്ങൾ കൊടുത്തിട്ട് മാറ്റം വരുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനൊരു മാറ്റം വരുന്നില്ല. ശക്തമായ രീതിയിൽ അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അതേ, ഒരാൾക്ക് കൊണ്ടും ഒരാളെ കൊണ്ടും തോൽപ്പിക്കാൻ പറ്റാത്ത ഈമാന്റെ പവർ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാവിന്റെ മുദ്രാവാക്യത്തിലൂടെ പ്രകടമാക്കുമ്പോ പാതിരാ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ കയ്യിലും കെട്ടിയിട്ട് മക്കയുടെ മണൽക്കൂനകളുടെ കൽക്കൂനകളുടെ മുകളിലൂടെ വലിച്ചു കൊണ്ടുപോകുകയാ. കറുത്തുപോലെ ശരീരം കെട്ടിയിട്ട് രക്തമൊഴുകിക്കൊണ്ടിരിക്കുമ്പോ നാല് പറഞ്ഞ മുദ്രാവാക്യമുണ്ട്. എന്റെ ചെറുപ്പക്കാരോ, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാനായി നമ്മുടെ കഥാനായകൻ ആത്മമിത്രം കടന്നു വരികയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്നു വെച്ചിരിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അടിമയാക്കി വെച്ചിരിക്കുന്ന യജമാനനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഈ അടിമയായ ബിലാലിനെ എനിക്ക് തരുവോ? ഈ അടിമയായ ബിലാലിനെ എനിക്ക് തരുവോ? ആ സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നു, നിനക്കെന്തിനാണ് അബൂബക്കറേ ഒന്നിനും കഴിവില്ലാത്ത, അടിച്ചും ഇടിച്ചും ഉപദ്രവിച്ചും പഞ്ഞിക്കെട്ട് പോലെ ആക്കി വെച്ചിരിക്കുന്ന ബിലാലിന് നിനക്കെന്തിനാണ് അബൂബക്കറേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ബിലാലിന് ആവശ്യമുണ്ട്, എനിക്ക് തരുവോ? നിങ്ങൾ ചോദിക്കുന്ന കാശ് ഞാൻ തരോ എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് ആലോചിക്കുകയാ. കാശ് തരാമെന്ന് പറഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, 60 അടിമകൾക്ക് കൊടുക്കുന്ന കാശ്, 60 അടിമകൾക്ക് കൊടുക്കുന്ന കാശ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ വാങ്ങുകയാ. 60 അടിമയെന്ന് പറഞ്ഞ ഇന്നൊരു 4-5 ഫ്ലൈറ്റ് വാങ്ങുന്ന കാശാകും ചെറുപ്പക്കാരാ. അത് മുഴുവനും ഒന്നിനും കൊള്ളരുതാത്ത ബിലാലിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിക്കൊണ്ടുവരികയാണ്. ആ പ്രിയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ മോചിപ്പിച്ചത്? ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്തോ പറഞ്ഞിരുന്നറിയുമോ? ബിലാലിനൊരു ആഗ്രഹമുണ്ട്. ബിലാലിന് അബൂബക്കറിന്റെ രഹസ്യങ്ങളെ ശോധിച്ചു വെച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് ആ രഹസ്യങ്ങളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബിലാലിന് ഇത്രയും പണം കൊടുത്ത് അബൂബക്കർ വാങ്ങിയത് രഹസ്യങ്ങൾ ചോർന്നു പോകാതിരിക്കാനാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തിനാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഭാഗം പരിശോധിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നതാ വമാ لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. അബൂബക്കറിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് കൊണ്ടല്ല, അബൂബക്കറിന് പേരും പെരുമയും നേടാൻ വേണ്ടിയിട്ടല്ല, പാവപ്പെട്ട ബിലാലിന്, സാധുവാന ബിലാലിന്, പട്ടിണി കിടക്കുന്ന ബിലാലിന്, അടിച്ചമർത്തപ്പെടുന്ന ബിലാലിന്, ഉപദ്രവിക്കുന്ന ബിലാലിന്, സഹായിക്കാൻ ആരുമില്ലാത്ത ബിലാലിന്, അല്ലാഹ് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയുന്ന ബിലാലിന്, ശരീരത്തിലൂടെ രക്തം പൊട്ടിയിടുന്ന പാവപ്പെട്ട ബിലാലിന് ഞാൻ മോചിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നുവന്ന് 60 അടിമകളുടെ കാശ് കൊടുത്തുകൊണ്ട് വാങ്ങിയതെന്തിനോ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് മോചിപ്പിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് നടന്നു പോകുമ്പോ ആ ബിലാൽ ചോദിക്കുന്നു, തങ്ങളെ എന്നെ എന്തിനാ മോചിപ്പിച്ചത് തങ്ങളെ, എന്നെ എന്തിനാണ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് തങ്ങളെ? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുക, നിന്റെ മനസ്സ് നിറച്ച് മുത്ത് നബിയല്ലേ, നിന്റെ കൽബ് നിറച്ച് അല്ലാഹുവിന്റെ റസൂലല്ലേ ബിലാല്, അല്ലാഹുവല്ലേ ബിലാല്, ദീനിനോടുള്ള സ്നേഹമല്ലേ ബിലാല്, പിന്നെ നിന്നെയല്ലാതെ ആരെയാണ് ബിലാലെ ഞാൻ മോചിപ്പിക്കേണ്ടത്? ആകാശം കരഞ്ഞു പോര, ഭൂമി കരഞ്ഞു പോയാ, ലോകമറിഞ്ഞു പോര, ആത്മമിത്രത്തിന്റെ ആത്മീയതയുടെ കട്ടിയാ പ്രിയപ്പെട്ടവര്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ജീവിതത്തിന്റെ പ്രധാന ഭാഗത്തിലുള്ള പൊട്ടിക്കറിയുന്ന ഒരു പാവപ്പെട്ടവരെ സഹായിക്കാൻ നമുക്ക് പറ്റൂ? ജീവിതത്തിൽ ആരോരും സഹായിക്കാനില്ലാതെ വേദനയോടെ വിന്നിപ്പൊട്ടുന്ന ഒരാൾക്ക് ഒരു കൈത്താങ്ങായി ഉള്ളുകൊടുക്കാൻ നമുക്ക് പറ്റൂ? അൽ-ഹുസാന്റെ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു വലിയ ആഗ്രഹമുണ്ട്. ഉസ്താദേ, നമ്മുടെ നാട്ടിലേതെങ്കിലും ക്യാൻസർ രോഗികളുണ്ടായാൽ വസ്തു വിറ്റാലും ആ രോഗത്തിന് മരുന്ന് വാങ്ങാത്തുകയില്ല, കുടുംബം വിറ്റാലും ആ രോഗത്തിന് ഗുളിക വാങ്ങാത്തുകയില്ല. അല്ലാഹുവേ, അങ്ങനെ ഒരു മാരക രോഗം ഞങ്ങൾക്ക് ആർക്കും തരല്ല റബ്ബേ, നിങ്ങളുടെ മക്കൾക്ക് തരല്ല റബ്ബേ, നിങ്ങളുടെ കുടുംബത്തിന് തരല്ല റബ്ബേ. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നുകൊണ്ട് പൊട്ടിക്കറിയുന്ന പാവപ്പെട്ട വിശ്വാസിയായ കുടുംബത്തെ സഹായിക്കാൻ ആ സമയത്ത് പവർ പറയാറ്, ആ സമയത്ത് എന്ത് പറയാറ്? ഇസ്സത്തോടുകൂടി ഞാനുണ്ടെന്ന് പറയാ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വരാൻ ആർക്കാ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അന്ത്യപ്രവാചകന്റെ ആത്മമിത്രത്തോടൊപ്പമാണ് പരലോകത്ത് വരുന്നത്. കാരണം ആത്മമിത്രം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പുണ്യകർമ്മമാണ്. ആ ആത്മമിത്രം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വലിയ പുണ്യകർമ്മമായിരുന്നു അത്. നമുക്ക് ആ പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവരെയും നമ്മൾ ആ സമയത്ത് നമ്മൾ ഇന്നലെ വരെ ചെയ്തത് നോക്കും, നമ്മൾ ഇന്നലെ വരെ ചെയ്തത് ആലോചിക്കും. അതൊക്കെ നമ്മുടെ മനോമുഖത്തിലേക്ക് വരും. പക്ഷെ അതൊന്നും ചിന്തിക്കരുത്. ആർക്ക് എപ്പോഴാണ് ദുഃഖവും ദുരന്തവും ദുരിതവും അള്ളാഹു കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ, നമുക്കറിയില്ല. ഇന്ന് സ്നേഹം എന്ന് പറയുന്നതുണ്ടല്ലോ, എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ബാംഗ്ലൂർ കണ്ടില്ലേ, ATM കൗണ്ടറിനകത്ത് ഷട്ടർ താഴ്ത്തിയിട്ട് പണം ചോദിച്ചിട്ട് കിട്ടാതെ തലങ്ങും വിലങ്ങും ഒരു പെണ്ണിനെ വിട്ടി. അത് കേവലം ഒരു പെണ്ണല്ല, ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ആ സ്ത്രീയുടെ ഒരു ഭാഗം സ്തംഭിച്ച് ഹോസ്പിറ്റലിലാണുള്ളത്. ഇപ്പോ പണത്തിന് വേണ്ടി മാറാവിന്റെ കഴുത്ത് വെട്ടാൻ വരെ മടിയില്ല. പത്രമാധ്യമത്തിലൂടെ നിങ്ങൾ വായിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പ്രിയപ്പെട്ട 4.5 വയസ്സുള്ള പൊന്നുമോളെ, 4.5 വയസ്സുള്ള പൊന്നുമോളെ കാമുകനോടൊപ്പം നിന്നുകൊണ്ട് കൊന്നു കുഴിച്ചു മൂടിയ മാതാവിന്റെ കരവായിച്ചിട്ട് ഞെട്ടിത്തരിക്കാത്ത പ്രിയപ്പെട്ട കേരളത്തിലെ എന്റെ സഹോദരങ്ങളെ, ഒരു പെണ്ണിന് ഒരു നേതാവെന്ന് തോണ്ടി എന്ന് പറഞ്ഞിട്ട് നിരാഹാരം കിടന്നില്ലേ, കോലം കത്തിച്ചില്ലേ, സമരം വിളിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 4.5 വയസ്സുള്ള കുട്ടികളെ മയ്യത്ത് തോണ്ടി പുറത്തെടുത്തിട്ട് ആരാണെന്ന് സ്വീകരിക്കുക എന്ന് ചോദിച്ചപ്പോ ഒരാളുണ്ടായിരുന്നു ആ പാവപ്പെട്ട കുട്ടിയുടെ ചീഞ്ഞെടുന്ന മയ്യത്തേറ്റുവാങ്ങാൻ. മഹത്വം പറയുന്ന കേരളത്തിൽ ഒരാളുണ്ടായിരുന്നില്ല. അല്ലാഹു തആല നഷ്ടപ്പെട്ടു പോയ സ്നേഹം അല്ലാഹു നമുക്ക് തിരിച്ചു തരട്ടെ. 2.5 വയസ്സുള്ള കുട്ടിയെ ഹോസ്പിറ്റലിന്റെ 2ാമത്തെ നിലയുടെ മുകൾ ഭാഗത്ത് നിന്ന്
പിതാവ് താഴേക്ക് വലിച്ചെറിയുകയാണ്. എങ്ങനെ സാധിക്കുന്നു സഹോദരങ്ങളെ? എങ്ങനെ കഴിയുന്നു? എവിടെ കൊണ്ടുപോയി? നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ സ്നേഹവും ഒക്കെ ആര് കൊണ്ടുപോയി? 1971 പ്രൊഫസർ ജി കുമാരപിള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുതിയ ഒരു കവിതയുണ്ട്. ആ കാലഘട്ടത്തിൽ അത്യപൂർവം നടന്നു പോകുന്ന ചില സംഭവം, കൊലപാതകം, കുഞ്ഞുങ്ങളെ കൊല്ലുക, അതൊക്കെ വളരെ അപൂർവമായി നടക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒന്നും ഒന്നരയും നടന്നപ്പോ മനസ്സ് പൊട്ടിയിട്ട് ഈ കുമാരപിള്ള എഴുതിപ്പോയി, കൊല്ലായിക മക്കളെ തങ്ങളിൽ തങ്ങളെ, കൊല്ലായിക മക്കളെ തങ്കക്കിടാങ്ങളെ, താമരപ്പൂവത്ത ചെല്ലക്കിടാങ്ങളെ, കൊല്ലായിക കൊല്ലായിക പിന്നെയും പിന്നെയും കൊല്ലപ്പെടാൻ മാത്രമൻ പൊന്നുമക്കളെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുമാരപിള്ള എഴുതിയിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു പോയി, ഈ കവിത നിങ്ങൾക്കൊരു ജീവൻ തരട്ടെ, ഈ കവിത നിങ്ങൾക്കൊരാശ്വാസം തരട്ടെ, ഈ കവിത നിങ്ങൾക്കൊരു ജീവന്റെ തുടിപ്പാകട്ടെ. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ ഞങ്ങൾ വലിച്ചെറിഞ്ഞ ദൂരേക്ക് കളഞ്ഞില്ലേ? ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെ കുടിച്ചു മൂടിയ അറേബ്യയുടെ കബറിന്റെ മണ്ണിൽ നിന്ന് മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ സ്നേഹനായകന്റെ ഉടമകളായ അനുയായികളായ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു മുസ്ലിമുമാക്ക് മക്കള് ഭാരമാകാൻ പാടില്ല, ഒരു മുസ്ലിമുക്കാക്ക് മക്കള് ഭാരമാകാൻ പാടില്ല. എങ്ങനെ കഴിയുന്ന സഹോദരങ്ങളെ? ഇന്ന് ഞാൻ പ്രസംഗത്തിന് വരുമ്പോ എന്റെ മക്കള് കണ്ടതാ. ഇന്ന് രാവിലെ വെളുപ്പിനാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നത്. ആ പ്രിയപ്പെട്ട മക്കള് സ്കൂളിലേക്ക് പോകുമ്പോ ഞാൻ ഉറങ്ങിക്കിടക്കുകയാ. വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാ. മൂത്ത മകൻ ചോദിച്ചു, ഇപ്പാ ഇന്നും പ്രസംഗമുണ്ടോ, ഇന്നും പ്രസംഗമുണ്ടോ എന്ന് ചോദിച്ചെന്തിനെന്നറിയേ? എന്റെ സഹോദരങ്ങളെ, അവരോട് തിരിക്കുന്ന ചില സമയങ്ങളുണ്ടല്ലോ, ചില കളിതമാശകളുണ്ടല്ലോ, ചില രസങ്ങളുണ്ടല്ലോ, അത് മനസ്സിന്റെ അകത്തിരുന്ന മക്കൾക്ക് മറക്കാൻ കഴിയൂല. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആ മക്കളെ കൊലച്ചു കൊടുക്കാൻ നിനക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ആ മക്കളെ കഴുത്ത് ഞെരിച്ചുകൊല്ല എങ്ങനെയാണ് പ്രിയപ്പെട്ടവന്മാ നിന്നെ കൊണ്ട് സാധിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ സ്നേഹമാണ് നീ എന്ന് പഠിപ്പിച്ചു പോയെങ്കിൽ ആ സ്നേഹം നീ എവിടെ കൊണ്ടുപോയി കബറടക്കി? എന്റെ പ്രിയപ്പെട്ടവങ്ങളെ, ഞാൻ മടങ്ങി വരികയാ. ആ സ്നേഹം മുഴുവനും തിരിച്ചു കൊണ്ടുവരുമ്പോഴാ ഇതുപോലെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സഹായിക്കാൻ നമുക്ക് മനസ്സ് വരുന്നത്. അള്ളാഹുവേ, ആര് സഹായിച്ചാലും തികയാത്ത, ആര് സംരക്ഷിച്ചാലും തീരാത്ത മാരക രോഗം തന്നുകൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കല്ലോ. എപ്പോഴും നമ്മൾ ദുആരക്കണം. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ തോറ്റുപോകും സഹോദരങ്ങൾ. അല്ലാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും പാവപ്പെട്ടവരോടുള്ള സ്നേഹത്തിലൂടെ കാണിച്ചു കൊടുത്ത അന്ത്യപ്രവാചകന്റെ ആത്മമിത്രമേ അബൂബക്കർ സിദ്ദീഖ്, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചോ, ആകാശലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞു പോരെങ്കിലോ എന്റെ മുമ്പിലിരിക്കുന്ന ഈ വ്യക്തത ഒരു പുതിയ ജീവിതം നിനക്ക് ആഗ്രഹമില്ലേ? ഇങ്ങനെ നടന്നാ മതിയോ? കല്ലുകുടിച്ച് പെണ്ണ് പിടിച്ച് സിനിമ കണ്ട് കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ട് ഊട്ടിയും കൊടൈക്കനാലും മൈസൂറും ഒക്കെ വല്ലപ്പോഴും ഒന്ന് കറങ്ങിത്തിരിഞ്ഞു വന്നു ഇങ്ങനെ നടന്നാ വലിയ ചെറുപ്പക്കാരാ. കബറിന്റെ അകത്തൊരു വെട്ടാരം പണിയുണ്ട്, ആഖിറത്തിന്റെ അകത്ത് സമ്മാനപ്പൊതികളെ ഇരുത്തി വെക്കണ്ടേ, മരിക്കാ സമയത്ത് ചിരിക്കാൻ വേണ്ടിയുള്ള പാഠങ്ങൾ ജീവിതത്തിലൂടെ പഠിക്കണ്ടേ. ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാൻ പോകുന്ന ജീവിതത്തെ ഗൗരവത്തോടുകൂടി കാണോ. സമയം കടുന്നിലേ ഇരിക്കുന്ന ചെറുപ്പക്കാരാ, അതുകൊണ്ട് രംഗത്ത് വന്നോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തില് രണ്ടാമത് അല്ലാഹുവിന്റെ ലോകം അത്ഭുതത്തോടുകൂടി കണ്ടുപോയ, ഈമാന്റെ പ്രഭ കണ്ടുപോയ, ഈമാന്റെ ശക്തി കണ്ടുപോയ രണ്ടാമത്തെ സംഭവം അതാണ്. പിന്നെ എപ്പോഴെന്നറിയോ? മൂന്നാമത് ലോകം അത്ഭുതപ്പെട്ടു പോയ മൂന്നാമത്തെ സംഭവം എപ്പോഴാ? നബിയോരേ നിങ്ങൾ കേറാൻ മടിക്കേണ്ട, ഒരു നബിയോരേ നിങ്ങൾ പോരാൻ മടിക്കേണ്ട. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. മുത്തറസൂലിനെ കൊണ്ടുപോയില്ലേ? ഒരൊറ്റ രാത്രി കൊണ്ട് ആകാശലോകങ്ങളുടെ അത്ഭുതങ്ങൾ കടന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയില്ലേ? ഒരു ബറാക്ക് കൊണ്ടുവന്നു.
ഞാൻ ചിലരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയത് എന്തുകൊണ്ടെന്നറിയോ? ബുറാഖ് എന്ന വാഹനത്തിന് സ്പീഡ് കൂടുതലാണ് അത്രേ. എത്ര മണ്ടത്തരമാണത്! അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ അടുത്ത് കൊണ്ടുപോകാൻ അള്ളാഹുവിന് ഒരു ബുറാഖിന്റെ ആവശ്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. അതൊക്കെ ചില അള്ളാഹുവിന്റെ നടത്തിപ്പിന്റെ ക്രമങ്ങളാണ്. അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞ പ്രകാശമല്ലേ, ഞാൻ അള്ളാന്റെ പ്രകാശമാണ്, എല്ലാ വസ്തുക്കളും എന്റെ പ്രകാശത്തിൽ നിന്നാണ് എന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംശയം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? സംശയം തോന്നും. പൈസയും പദവിയും പവറും ഒക്കെ കൂടുമ്പോ സർവ്വ കാര്യത്തിലും സംശയം തോന്നും. സുന്നത്ത് നോമ്പ് ഒറ്റെണ്ണം ഇപ്പൊ ഇല്ല, മുഹറത്തിന്റെതും ഇല്ല, ഷേബാന്റെതും ഇല്ല, ഒരു നോമ്പും ഇല്ല, ഒക്കെ പോയി. അതൊന്നും പിടിക്കാൻ പാടില്ല. റമളാനിലെ നോമ്പ് 15 ആക്കുന്ന സംഘടന ഉണ്ടെങ്കിൽ കടുവപ്പള്ളിയിലെ പരിസരത്തുള്ള കുറച്ച് താത്തമാരങ്ങ് പോയനെ അതിൽ ചേരാൻ. കാരണം എന്താ? ഒരു നോമ്പ് പിടിക്കുക, പിറ്റെന്ന് വിടുക, ഒരു നോമ്പ് പിടിക്കുക, പിറ്റെന്ന് വിടുക, അങ്ങനെ 15 നോമ്പ് 50-50. പകുതി ഉമ്മാക്കും പകുതി ചെയ്താനും. വലിയ സന്തോഷമായില്ല. ആര് വെട്ടിച്ചുരുക്കുന്നുവോ അവിടെയൊക്കെ ആളുണ്ടാവും. നിങ്ങൾ എത്ര ചുരുക്കിയാലും ആളുണ്ടാവും. 3 വക്കത്ത് നിസ്കരിച്ച ജയകന്നൂരിൽ ഇന്നും ആളുണ്ട്, ഇപ്പോഴും ആളുണ്ട്. ആലോചിച്ച് നോക്കി എന്റെ സഹോദരങ്ങളെ, ഇത് നാം നമ്മുടെ ശരീരത്തെ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. തോന്നിയതുപോലെ ചെയ്തു വിട്ടുകൊടുക്കാൻ പാടില്ല. കഷ്ടപ്പെടുത്തണം, ത്യാഗം ചെയ്യിപ്പിക്കണം, ശരീരത്തെ കൊണ്ട് വേദനിപ്പിക്കണം. ഇബാദത്ത് ചെയ്ത് ശരീരം പൊട്ടിക്കരയണം. സഹിക്കാനാകാത്ത വേദനകൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കണം. എന്നിട്ട് ശരീരത്തെ പാകപ്പെടുത്തി എടുക്കണമെങ്കിൽ ഖബറിന്റെ അകത്ത് പുതുമണവാളനെ പോലെ മണവാട്ടിയെ പോലെ കിടക്കാൻ പറ്റുള്ളൂ. നബിതങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് പോകാൻ ഒരു ബുറാഖിന്റെ ആവശ്യം യഥാർത്ഥത്തിലില്ല. കാരണമെന്തേ? എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പ്രകാശമല്ലേ? റസൂലിനെ അള്ളാഹുവിന്റെ അടുത്ത് കൊണ്ടുപോകാനൊരു ബുറാഖ് വേണ്ട. പക്ഷേ ആ ബുറാഖിലൂടെ അതിവേഗം അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. നാളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചോദിക്കുമ്പോ അവർക്ക് മുന്നിൽ പറയാനൊരു മറുപടിയായി അല്ലാഹു കാണിച്ചു കൊടുത്ത രംഗങ്ങളാ. പ്രവാചക പ്രേമികൾക്കതില്ല പ്രിയപ്പെട്ടവരെ, പ്രവാചക പ്രേമികൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ജിബ്രീൽ പോലും കടന്നതില്ലാത്ത സ്ഥലത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വീണ്ടും കുറയുകയാ. എന്തേ നമ്മൾ ഇങ്ങനെയായി പോകുന്നു? ഇത്ര മാത്രമേ നമുക്ക് മുത്തുനബിയോട് മഹബത്തുള്ളൂ. ഈ കേരളത്തിന്റെ തെക്കൻ ജില്ലയിൽ ഏറ്റവും നല്ല നബിദിന പ്രോഗ്രാമും നബിദിനാഘോഷവും നടക്കുന്നത് ബഹുമാനപ്പെട്ട കടുവയിൽ തങ്ങളുടെ പള്ളിയുടെ സമക്ഷത്താണെങ്കിൽ ആ പേരുകളയല്ലേ, ആ മഹത്വം കളയല്ലേ. എന്റെ പ്രിയപ്പെട്ട സരസ്വരേ, മക്കയുടെ മാധുര്യമേ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ. ഇങ്ങനെ വെളുക്കോളം ചൊല്ലിപ്പിക്കാൻ തോന്നിപ്പോവാ നിങ്ങൾ ആവേശത്തോടെ ചൊല്ലുന്ന കാണും. കാരണം ബാക്കിയുള്ളതിന് മാത്രമല്ലേ നമുക്ക് നാക്കും ശക്തിയും പവറും ഒക്കെ ഉള്ളൂ. ഇതിനാണ് യഥാർത്ഥത്തിൽ വേണ്ടത് സഹോദര. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയി, അല്ലാഹുവിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയി. അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങളോട് സംസാരിച്ച ചരിത്രം നിങ്ങൾക്കറിയാം. അതുമാരല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നപ്പോ അന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചോദിക്കുകയാ, അബൂജഹൽ ചോദിക്കുന്നു, മുഹമ്മദേ കുറെ ദിവസമായല്ലോ നിന്റെ പടച്ചോന്റെ വാർത്ത പറഞ്ഞിട്ട്, വല്ല പുതിയ വാർത്തകളുമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നലെ ഞാൻ പോയതാ, 7 ആകാശങ്ങൾ കിടന്നതാ, മസ്ജിദുൽ അഖ്സയിലേക്ക് പോയതാ, അത്ഭുതങ്ങൾ കണ്ടതാ, സ്വർഗനരകങ്ങൾ കണ്ടതാ. ഒരു രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ചു കൊന്ന അബൂജഹൽ ഓടുകയോ, മുഹമ്മദിന് മുഴുപ്രാന്ത് പിടിച്ചിരിക്കുകയാ. രാത്രിയിലെ ചില മണിക്കൂർ കൊണ്ട് ആകാശം കടന്നുപോയോ. അങ്ങനെ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് ഓടിയ അബൂജഹലിന്റെ ചില അനുയായികൾ ഇന്ന് പറയുന്നു ഇസ്രാ മിഅ്റാജും സ്വപ്നമായിരുന്നു അത്രേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, മരിക്കുന്നതുവരെയും മുത്തറസൂൽ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ഒരു വാക്ക് അല്ലാഹുവേ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നാവിൽ നിന്ന് ഒരിക്കലും നീ വരുത്തല്ല റബ്ബേ. എപ്പോഴും ദുആ ചെയ്യണം. നമുക്ക് ആ മഹബത്തൊക്കെ ഉള്ളൂ ലാസ്റ്റ് രക്ഷപ്പെടാൻ. അമലൊക്കെ നോക്കിയാൽ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് രക്ഷപ്പെടാൻ ഈ മഹബത്തൊക്കെ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് വീണുപോവാൻ വളരെ ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങളെ. വിവരക്കേടിന്റെ പടുംകുടിയിലേക്ക് വീണുപോയാൽ തിരിച്ചു കയറി വരാൻ വലിയ പാടാണ്.
എത്രയോ നിങ്ങളൊക്കെ കണ്ടില്ലേ? ഇപ്പോ അടുത്ത സമയത്തൊക്കെ പത്രവാർത്തയിലൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണെന്ന് പറയുകയും ഇമാമീങ്ങളെയും ആലിമീങ്ങളെയും പരസ്യമായി തെരുവിളിക്കുകയും ചെയ്തവർ രാത്രി സമയത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ ചില വീടിന്റെ അകത്തിരുന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, വേദനയും സങ്കടവും ഉള്ളിലുള്ളത് കൊണ്ട് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നമുക്ക് തട്ടിക്കളിക്കാനുള്ളവരല്ല അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പരിഹസിക്കാനുള്ളവരല്ല. നമുക്ക് പ്രേമിച്ചുകൊണ്ട് നബിതങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് അന്ത്യപ്രവാചകന്റെ ആത്മമിത്രമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അബൂജഹൽ വിശ്വസിക്കാതെ പരക്കം പാഞ്ഞു പോയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ എന്തിനാണ് ശത്രുക്കൾ പരിഹസിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, ഇന്നലെ രാത്രി റസൂലല്ലാഹ്, മുത്തുനബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ എന്തിനാണ് ശത്രുക്കൾ പരിഹസിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, ഇന്നലെ രാത്രിയിൽ ഞാൻ ആകാശങ്ങളെ കടന്നുപോയ അബൂബക്കറേ, മുത്തുനബിതങ്ങൾ ആ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോ മുമ്പിൽ നിന്നുകൊണ്ട് ആ കരം വാരിപ്പിണന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു നബിയേ, എനിക്ക് സംശയമില്ല നബിയേ, സംശയമില്ല നബിയേ, ഞാൻ വിശ്വസിക്കുന്ന നബിയേ, എന്റെ മനോമുഖരത്തിന്റെ അകത്ത് ലവലേശം സംശയമില്ല നബിയേ. ഇതാണ് ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മമിത്രമിതോ. എന്റെ പ്രിയപ്പെട്ട ഇവത്തമോ, നിനക്ക് ഈ വിശ്വാസം എവിടെയാ നഷ്ടപ്പെട്ടു പോയത്? ഇന്ന് നിനക്ക് പഠിക്കണമെങ്കിൽ നെറ്റിലൂടെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണ്ടേ? ഇന്ന് നിനക്ക് പഠിക്കണമെങ്കിൽ ഷഫീഖ് ഉസ്താദ് പറഞ്ഞാ പോരാ, ഉസ്താദ് ഉസ്താദ് പറഞ്ഞാ പോരാ, പിന്നെയോ നെറ്റിലൂടെ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നവര്, ലോകത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നവര് നിന്റെ നെറ്റിലൂടെ വന്നിട്ട് നിന്നോട് പറഞ്ഞു വരുന്നതല്ലാതെ നീ വിശ്വസിക്കൂടല്ലോ ചെറുപ്പക്കാരാ. എവിടെന്നാണ് പൊന്നുമോന് ഈ സംസ്കാരം നിനക്ക് കിട്ടിയത്? എവിടെന്നാണ് ചെറുപ്പക്കാരാ ഈ സംസ്കാരം നിനക്ക് കിട്ടിയത്? അത് വലിച്ചെറിയുന്നവര് പടമനഷ്ടപ്പെടാത്ത പരിശുദ്ധമായ പണ്ഡിതന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ കരകളെന്ന പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കുമ്പോ ഓ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ ചാരത്ത് പോയിരുന്നിട്ട് കൊണ്ട് പഠിച്ചുകൊള്ളുക. ആരാണ് അല്ലാഹുവിന്റെ റസൂല്, എന്താണ് ഇസ്രാഹുറാഹെന്ന് പഠിച്ചുകൊള്ളുക. ഏവനെങ്കിലും എഴുതിവിടുന്ന മലയാളം പുസ്തകം കസത്ത് വെച്ചുകൊണ്ട് കറങ്ങി നടന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പച്ചയ്ക്ക് ആക്ഷേപിക്കാൻ രംഗത്ത് വന്നു. എന്റെ കടുവയിൽ പള്ളിയുടെ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നവര് ഈ ആത്മമിത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യവും നിനക്ക് ലഭിക്കാനില്ല. നാലാമത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട വിറ്റതോടുണ്ട് ഈമാന്റെ പവർ ലോകം അറിഞ്ഞതോ എപ്പോഴും അറിയുമോ? ഒരുപാട് സംഭവം ഉണ്ടെങ്കിലും രസകരമായ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മോതിരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മോതിരം തിരിച്ചു കൊണ്ടുവന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കൊണ്ടുവന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതാനല്ലേ പറഞ്ഞോളൂ, മറ്റെന്തിനാ നീ എഴുതിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തത് കണ്ണുനീരാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ പേരില്ലാത്തവര് അല്ലാഹുവിനെ കുറിച്ച് എനിക്കറിയില്ല നബിയേ. അങ്ങയുടെ പേരെഴുതാത്ത ഒരല്ലാഹുവിനെ കുറിച്ച് എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല റസൂലേ, എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. എന്റെ വിശ്വാസത്തിന് താങ്ങാ പറ്റൂല റസൂലേ. എന്റെ ഈ കടുവയിൽ പള്ളിയുടെ മനോഹരമായ മജ്‌ലിസിൽ വന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്ന് നേരം തുറന്നിട്ട് എത്ര സലാത്ത് ചൊല്ലി മുസ്ലിമേ, ഇന്ന് നേരം തുറന്നിട്ട് എത്ര സലാത്ത് ചൊല്ലി ചെറുപ്പക്കാരാ. ഒരിക്കലും മറക്കാത്ത പ്രേമം നിന്റെ മനസ്സിന്റെ കത്ത് പൂത്തുലയട്ടെ. മദീനയുടെ മലവാടിയിൽ പോയി മരിക്കാൻ വേണ്ടി പൊട്ടിക്കരയട്ടെ. അതിനു വേണ്ടിയിട്ട് പ്രേമം പൂത്തുലയുന്ന മനസ്സുകൊണ്ട് സലാത്ത് ചൊല്ലുന്ന ഒരു വല്ലാത്ത ആവേശം നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. എന്റെ സഹോദരങ്ങളെ, അത് നമ്മുടെ വിജയത്തിന്റെ അടയാളമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ പവർ കണ്ട് ലോകം അത്ഭുതപ്പെട്ടു പോവാണ്. അങ്ങനെ അത്ഭുതപ്പെടട്ടെ. ആകാശം അത്ഭുതപ്പെടുന്ന ഭൂമി
ഭൂമിയിൽ പുറപ്പെടുന്ന പ്രേമമല്ലാന്റെ റസൂലിനെ കാഴ്ചവെക്ക. എന്റെ ഈ ആത്മചിത്രത്തിന്റെ ചരിത്രം പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, നമുക്കും സാധിക്കണം ഓരോ, നിർബന്ധമായും നമുക്കും സാധിക്കണം ഓരോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഈ 4 സമയങ്ങളിൽ എന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഈമാന്റെ പവർ കാണിച്ചു കൊടുത്തു പോരെങ്കിൽ നിങ്ങൾ ഓർക്കണേ, മക്ക എന്ന് പറയുന്ന രാജ്യത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞു വിടുകയാണ്. മുത്തുനബിതങ്ങള് അല്ലാഹുവിന്റെ അനുവാദത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ കുറച്ചു പേര് മാത്രമേ പിന്നെ മക്കത്തുള്ളൂ. എല്ലാവരും അങ്ങ് മദീനത്തേക്ക് പോയിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വാഹനം ഒരുക്കി വെക്കുകയാണ്. മുത്തുനബിതങ്ങൾ വന്നിട്ട് പറയും, അബൂബക്കറേ, നമ്മൾ ഒരുമിച്ചാ പോകുന്നത്. ലോകത്തൊരാൾക്ക് പോലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. സഹാബത്തിൽ നിന്ന് ആകെ കിട്ടിയ ഭാഗ്യമല്ലോ ആത്മമിത്രമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രമാണ് ആകെ കിട്ടിയ ഭാഗ്യമോ, ആകെ കിട്ടിയ സൗഭാഗ്യം എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവർക്ക് മാത്രമാണ്. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി തങ്ങളുടെ ചാരത്തൂടെ പോയില്ലേ, ഈ ചരിത്രം മറക്കാൻ എന്റെ കടുവയിൽ പള്ളിയിൽ വന്നല്ലോ നിനക്ക് എങ്ങനാ സാധിക്കുന്നത്? ഇതിനൊക്കെ രസമുള്ള ഏത് ചരിത്രമോ എന്റെ പെങ്ങളെ നീ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു മാറ്റം വേണം ചെറുപ്പക്കാര്, ഒരു മാറ്റത്തിന്റെ മാറ്റം ഇടക്കിയ പുലിക്കുട്ടികളായി ഈ സദസ്യം എഴുന്നേറ്റ് പോകോ. എന്റെ പ്രിയപ്പെട്ട ഈ വ്യക്തമേ നിനക്ക് സാധിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു പോകുകയാ. ഓരോ സൗറിന്റെ കത്ത് കടന്നിട്ടുണ്ട്, ഓരോ സൗറിന്റെ കത്ത് ഇരുന്നിട്ടുണ്ട്. എന്തോരം അത്ഭുതമാണ്! ഓരോ സൗറിന്റെ കത്ത് കടന്ന് ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഒന്ന് കൈവക്കി. പ്രവാചകന്റെ മതകെഴുതിയ ബഹുമാനപ്പെട്ട ഇമാമന ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ അത്ഭുതത്തിന്റെ പ്രേമവചനങ്ങൾ അതിന്റെ കത്തിരുന്ന് പാടിപ്പോയപ്പോ എന്റെ സഹോദരങ്ങളെ പൊട്ടിക്കരഞ്ഞു പോയി. എന്തൊരു സുഗന്ധമാണ് ആ ഗുഹയ്ക്ക് മുകളിലെന്നറിയോ, എന്തൊരു രസമാണ് ഇവിടെ ഇരിക്കാനെന്നറിയോ. നമ്മുടെ മനസ്സിന്റെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന സ്ഥലമല്ലേ? ആ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ കണ്ട് ഭയന്നു പോയ സ്ഥലമല്ലേ പ്രിയപ്പെട്ടവരെ? അവിടെ പോകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ആ പുണ്യ സ്ഥലത്ത് പോയിരുന്നുകൊണ്ട് ബുർദ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും ദുആരക്കുവാനും നീ നിങ്ങൾക്ക് തൗഫീഖ് തരണമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ചോദിച്ചില്ലേ, എന്റെ പ്രിയപ്പെട്ട അബൂബക്കറേ, ഈ ഉമറിന്റെ ജീവിതത്തിന്റെ എല്ലാ അമലുകളും നിനക്ക് തരാ, പക്ഷെ അതിന് പകരം നിന്റെ ഒരു ദിവസത്തിന്റെ അമലിന്റെ പ്രതിഫലം എനിക്ക് തരുവോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഏത് ദിവസത്തെ അമലാ നിനക്ക് വേണ്ടത്? ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മുത്തുനബി തങ്ങളുടെ കൂടെ ഒരു സൗറിന്റെ കത്തിരുന്നു പോയ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിന്റെ പ്രതിഫലം നീ എനിക്ക് തരുവോ അബൂബക്കറേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുക, എന്റെ പ്രിയപ്പെട്ട ഉമറേ, അതല്ലാത്ത ഏത് ദിവസം വേണോ ചോദിച്ചു കൊള്ളുക. അതെങ്ങനാണ് ഞാൻ തരുക? എന്റെ മുത്തിന്റെ കൂടെ ആരുമില്ലാതെ ഞാൻ മാത്രം കാവൽ ചെയ്തിരുന്നുകൊണ്ട് മുത്തായ തങ്ങളെ കൊണ്ടുപോയ രാമം പകരമായ ദിവസങ്ങൾ എന്നോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞ പ്രവാചകന്റെ ആത്മവിത്വത്തിന്റെ ചരിത്രമുണ്ടല്ലോ. അല്ലാഹു പരീക്ഷണം കൊടുത്ത് പ്രിയപ്പെട്ടവരെ, പരീക്ഷണത്തിന്റെ തീച്ചുള്ളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെന്തിരുകിപ്പോയില്ല. എപ്പോഴാ പരീക്ഷണം കൊടുത്തരെന്നറിയോ? മദീന വല്ലാതെ പൊട്ടിക്കരന്നുകൊണ്ട് മുത്തുനബി തങ്ങൾ വിട പറഞ്ഞു പോയ ദിവസം നിങ്ങൾക്കറിയുമല്ലോ. അത് പറയാൻ പറ്റോ? അത് വിശദീകരിക്കാൻ പറ്റോ? അത് ഉൾക്കൊള്ളാൻ പറ്റോ? എത്രയോ കാലങ്ങളേറെ കഴിഞ്ഞിട്ട് ഇന്ന് പോലും അത് പറയുമ്പോ പ്രവാചക പ്രേമികൾക്ക് താങ്ങാ പറ്റുന്നില്ലാരെങ്കിൽ അന്ന് മദീനയുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ലേ? റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ അകത്തൊരു പോറലേറ്റാൽ, ഒരു പൊള്ളലേറ്റാൽ, ഒരു മനസ്സൊന്ന് വിങ്ങിപ്പൊട്ടിയാൽ, ഒരു കണ്ണൊന്ന് നിറഞ്ഞിടിയാൽ, മദീനയുടെ നായകന്റെ വേദനാസഖ്യമാണെന്ന് പഠിപ്പിച്ച ഖുർആന്റെ വചനങ്ങൾ അല്ലാഹുവേ
ആ മുത്തുതങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന മദീനക്കാർക്ക് താങ്ങാൻ പറ്റുമോ? കേവലം മുത്തിനെ കാണാൻ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ആശിക്കീങ്ങളാണ് നമുക്ക് പോലും റസൂലുള്ളാഹിയുടെ വഫാത്ത് പറഞ്ഞ താങ്ങാൻ പറ്റൂല ചെറുപ്പക്കാരാ. അത് പറഞ്ഞ് പൊട്ടിക്കരയാറ്, അത് പറഞ്ഞാ പൊട്ടിക്കരയാറ് അവസാനിപ്പിക്കാൻ കഴിയില്ല ചെറുപ്പക്കാരാ. പക്ഷേ നിങ്ങൾ ഓർക്കണേ, അങ്ങനാണെങ്കിൽ മദീനക്കാരുടെ അവസ്ഥയുണ്ടോ? കയ്യിലിരിക്കുന്ന കത്തികൊണ്ട് തന്റെ മനോഹരമായ കണ്ണുകളെ കുത്തിപ്പൊട്ടിച്ചിട്ടില്ല. മുത്തുനിബിതങ്ങളില്ലാത്ത മദീന എനിക്ക് കാണണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു പോയ സഹാബികളൊക്കെ ഒരിക്കലും ഒരു അത്ഭുതമല്ല. ആ പ്രേമഭാസനത്തിന്റെ മുന്നില് ആര് തളർന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തളർന്നില്ല. മുത്തുനിബിതങ്ങളോട് വന്ന് ചോദിച്ചു, നബിയേ, ആരാ കുളിപ്പിക്കേണ്ടത് നബിയേ, ആരാ പൊരിയേണ്ടത് നബിയേ? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് ചരിത്രം പറയുകയാ. പക്ഷേ പെട്ടെന്ന് അധികാരം വരികയാ. ഇസ്ലാമിന്റെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം തിരഞ്ഞെടുക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് കടന്നു വരുമ്പോ നാളിതുവരെ ഉണ്ടാക്കിയെടുത്ത ഈമാന്റെ പവറില്ലേ, നാളിതുവരെ സംരക്ഷിച്ചെടുത്ത ഈമാന്റെ പവറില്ലേ, അത് നഷ്ടപ്പെട്ടു പോകുമോ? സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്ന് എത്ര നല്ലതുപോലെ ജീവിച്ചാലും അധികാരം കിട്ടുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സ് മാറും. പിന്നെ പഴയതുപോലെ നിസ്കാരത്തിന് നമുക്ക് ടൈം ഉണ്ടാവില്ല. പിന്നെ വലിയ പ്രൊഫസറെ പോലെ വലിയ പള്ളിയുടെ സംഘാടകരായി ഞാനും നിങ്ങളും അങ്ങ് നടക്കും. ചില പള്ളിയുടെ പ്രസിഡന്റൊക്കെ ഒളു കൊടുക്കാൻ വേണ്ടി കുനിയുമ്പോ പോക്കറ്റിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് വരെ തറ വീണ കാണാം. ഹറാം കടന്നു വന്നാൽ വലിയ അപകടമാണ്, വലിയ പ്രയാസമാണ്. എത്ര പ്രതിസന്ധി ഘട്ടം വന്നാലും പച്ചവെള്ളവും പച്ചമുളകും കടിച്ച് ജീവിക്കേണ്ടി വന്നാലും പലിശക്ക് ഞാൻ പണമെടുക്കൂല അല്ലോ. സ്വർണം പണയം വെച്ചിട്ട് എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കൂല അല്ലോ. എന്നെ കടുവയിൽ പള്ളിയിൽ വന്ന ഈ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ വന്നവരെ നിങ്ങൾ തീരുമാനിക്കുക, ഹറാമ് തിന്നുപോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തുമെന്ന് നിങ്ങൾ മറക്കണ്ട. لا يتكلمون إلا من أذن له الرحمن. ഒരു അണുകിട പോലും ചലിക്കാൻ കഴിയാറ് അള്ളാന്റെ കോടതിയിൽ നിൽക്കുന്ന ലോകമുണ്ടല്ലോ, അവിടെ നിന്ന് പിടിക്കപ്പെടുന്നതാണ്. പിന്നെ എത്ര ചിലവഴിച്ചിട്ടും മാറാത്ത ചില രോഗങ്ങൾ വന്നുപോയാൽ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ആലോചിച്ചു പോകും. അറിയാതെ ചിലപ്പോ പലിശയ്ക്ക് പണം എടുക്കണ്ടേ, മക്കളെ ചികിത്സിക്കണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കണ്ട. മക്കൾ അങ്ങനെ മരിച്ചാൽ മരിക്കട്ടെ, അല്ലാതെ മരിച്ചാൽ നമ്മൾ സഹിക്കണ്ടേ, നമുക്കിന്ന് അത്ര വലിയൊരു ഗതികേടൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടില്ല സഹോദരങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കരുണക്കടലായ പടച്ചതമ്പുരാൻ തന്നതിൽ ഒരു ബറക്കത്തുണ്ടാവും. കിട്ടിയത് കൊണ്ട് അങ്ങനെ സുഖിച്ച് രസിച്ച് ജീവിച്ചാലുണ്ടല്ലോ, അത് പെട്ടെന്ന് നഷ്ടപ്പെടും. ഇപ്പോ കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കരയിൽ ഉസ്താദൊക്കെ പ്രസംഗത്തിന് വന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു വീട്ടിൽ 2 റൂമിന്റെ അകത്ത് 4 സ്ത്രീകളുണ്ട്. 2 റൂമിന്റെ അകത്ത് 4 സ്ത്രീകൾ. എന്നെ കാണാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ആ റൂമിന്റെ അകത്ത് നിന്ന് ഊത് പുകയ്ക്കുന്നതിന്റെ മണം ഇങ്ങനെ വരികയാണ്. ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ, ആ 2 റൂമിനകത്തും വലിയ ദുർഗന്ധമാണ്. ആ ദുർഗന്ധം സഹിക്കാനാകാത്തത് കൊണ്ട് അവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാണ്. ഒരു റൂം തുറന്നു. അല്ലാഹു, അത് തുറന്നപ്പോ എനിക്ക് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെയാണ് ഓർമ്മ വന്നു പോയത്. മൂത്ത പെങ്ങൾക്ക് 35 വയസ്സുണ്ട്, രണ്ടാമത്തെ പെങ്ങൾക്ക് 30 വയസ്സുണ്ട്. 2 പേരും ആ റൂമിന്റെ അകത്ത് നടക്കാൻ കഴിയില്ല. ഈർക്കില് പോലെയുള്ള 2 കാലുകൾ, കാണാൻ ഭംഗിയുള്ള മുഖവും ബാക്കിയുള്ള ശരീരത്തിന്റെ ഇടുപ്പ് വരെയുള്ള ഭാഗം സാധാരണ ഒരു സ്ത്രീയുടെ എല്ലാ രൂപവും എല്ലാ ഭാവവും. പക്ഷെ അവർക്ക് നല്ല ബുദ്ധി അല്ലാഹു കൊടുത്തിട്ടില്ല, കഴിവ് അല്ലാഹു കൊടുത്തിട്ടില്ല. മലമൂത്ര വിസർജനം ആ റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് തന്നെ ശരീരം മറയ്ക്കാൻ, ഔറത്ത് മറയ്ക്കണമെന്നൊന്നും അവർക്കറിയില്ല, നാണമില്ല, ബോധമില്ല. ആ പ്രിയപ്പെട്ട 2 പെമ്മക്കളുടെ അവസ്ഥ. അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അടുത്ത ഒരു റൂം. അല്ലാഹു, അതൊന്നും പറയാൻ കഴിയില്ല എന്റെ സഹോദരങ്ങളെ, ഒന്നും പറയാൻ കഴിയില്ല. ആ ഉമ്മ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഈ 4 മക്കളെയും പ്രസവിച്ചിട്ട് ഇന്ന് വരെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ദിവസം പോലും ഉസ്താദെ ഞാൻ സന്തോഷിച്ചിട്ടില്ല. എന്റെ മക്കൾ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്.
ഒരാൾ പ്രസവിച്ചപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് അല്ലാഹു സന്തോഷം തരുമെന്ന് കരുതി രണ്ടാമത്തതും അങ്ങനെയാണ്. മൂന്നാമത്തതെങ്കിലും രക്ഷപ്പെടും, മൂന്നാമത്തതും അങ്ങനെയാണ്. നാലാമത്തെ ഒരു ഡോക്ടർ പറഞ്ഞു കുഴപ്പമുണ്ടാവൂല എന്ന് പറഞ്ഞു നാലാമത്തതും ഇങ്ങനെയാ. ഉസ്താദേ, ഈ 4 മക്കൾക്കിന്ന് മലമൂത്ര വിസർജനം കഴിഞ്ഞ് ശുദ്ധീകരിച്ചു കൊടുക്കുന്നത് ഞാൻ 4 മക്കൾക്കും കുഞ്ഞുകുട്ടികളെ പോലെ ചോറ് വാരി വായിൽ വെച്ചു കൊടുക്കും. ഒരാൾക്ക് വെച്ചു കൊടുക്കുമ്പോ ബാക്കിയുള്ളവർ വാ തുറക്കും. അല്ലാഹു തആല ആ ഒരു ഗതികേട് അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. അത്ഭുതങ്ങളേറെ ഈ ലോകത്തിന് സമർപ്പിച്ചിട്ടും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്ത പോലെ പലരും മനസ്സിലാക്കാതെ പോയ കടുവയുത്തങ്ങളുടെ സമക്ഷത്തിരുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു ദുരിതവും അല്ലാഹു നമുക്ക് തരാതിരിക്കാനാവട്ടെ. അത്ഭുതത്തോടുകൂടി കേരളം ഇന്ന് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെയാണ്. വല്ലാത്ത മാറ്റമാണ്, വല്ലാത്ത മാറ്റമാണ് പ്രിയപ്പെട്ടവര്. എത്രയോ സ്ഥലങ്ങളിൽ തിയേറ്ററുകൾ അടച്ചുപൂട്ടിയല്ലോ. കല്ലമ്പലത്തുണ്ടായിരുന്നല്ലോ പണ്ടൊരു തിയേറ്റർ, ഇന്നത് കാണാനില്ല. ചിറയൻകീഴ് സിനിമാ നടന്മാരുടെ നാടായിരുന്നല്ലോ അവസാനമുണ്ടായിരുന്ന ഒരു തിയേറ്റർ കൂടി അവസാനം അടച്ചുപൂട്ടിയിരിക്കുക. എന്തുകൊണ്ടെന്നറിയോ? പഴയതുപോലെ ക്യൂ നിന്നുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ ആൺകുട്ടികളെ കിട്ടാനില്ല പ്രിയപ്പെട്ടവരെ. അവര് ക്യൂ നിൽക്കുന്നതെവിടെയാ? ഉസ്താദ് വന്നോ പ്രസംഗം തുടങ്ങിയോ? അവര് ക്യൂ നിൽക്കുന്നതെവിടെയാ? ഖുർആൻ ക്ലാസിന്റെ മുമ്പിലാ. അവര് ക്യൂ നിൽക്കുന്നതെവിടെയോ? മക്കത്താണ്, മദീനത്താണ് മരിക്കാനൊരുങ്ങിയ മനസ്സുമായി പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ മക്കളെ കാത്തിരിക്കുന്നവരെങ്കിൽ അൽഹംദുലില്ലാഹ്. അങ്ങനെ വളർച്ച കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എല്ലാ മാസത്തെയും അവസാനത്തെ വ്യാഴാഴ്ച സദീഖ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. ഞാനുമുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊപ്പം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ്. അവരെ മദീനയിലേക്ക് നമുക്ക് എത്തിക്കണ്ടേ, അവരെ മക്കത്തേക്ക് നമുക്ക് എത്തിക്കണ്ടേ, അവർ നിസ്കാരത്തിൽ കിടന്ന് പൊട്ടിക്കരയുന്ന ഈമാന്റെ പവറിലേക്ക് അവരെ കൊണ്ടെത്തിക്കണ്ടേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്തൊരു സുഖം അല്ലാഹു തന്നാലും പടച്ചോനെ മറക്കല്ലേ ചെറുപ്പക്കാരാ. അധികാരം കിട്ടും ചിലപ്പോ, സുഖം കിട്ടും ചിലപ്പോ, ഒരിക്കലും നീ പടച്ചോനെ കൈവിട്ടു പോകല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വന്നപ്പോ കരയാത്ത ദിവസങ്ങളില്ലോ. എന്തുകൊണ്ടെന്നറിയോ? ഞാൻ സൂക്ഷിക്കണമല്ലോ, ഞാൻ അധികാരിയായി പോയത് കൊണ്ട് എന്റെ കയ്യിൽ വല്ല പാഴ്ചയും വന്നുപോയോ? അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ വല്ലാതെ ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് വേദനിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയം ഒരു ദിവസം ചോദിക്കാണ്, എനിക്കിച്ചിരി അലുവ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വാങ്ങിക്കൊണ്ട് തരുമോ എന്ന് ചോദിക്കും. അലുവ എന്ന് പറഞ്ഞ ഇന്നത്തെ പോലെ അലുവ ബുഖാരിയിലുണ്ടോ ഉസ്യാരെ എന്ന് ചോദിക്കണ്ട. കോഴിക്കോട് അലുവ ഒന്നും ബുഖാരിയിലില്ല. അലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ള ഒരു സാധനം എത്രേ ഉള്ളൂ. ഇനി നാളെ കിതാബ് എടുത്തുകൊണ്ട് വരണ്ട. മധുരമുള്ള, അന്ന് ഹലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളതെന്ന അർത്ഥം. ഈ അറബി വാക്കുകളൊക്കെ ഇന്ന് പല രീതിയിൽ നമ്മളൊന്ന് VIP ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഹലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളതാ. നമ്മൾ ഒരു അലുവ എന്ന് പറഞ്ഞാൽ അറബിയിൽ നിന്ന് വന്നതാ ഈ അലുവയൊക്കെ. അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം കൂടെ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കണ്ട, ജിലേബിയും ചെടുവെന്നോ അതെനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ ഉസ്താമാരെ ചോദിച്ചാൽ മതി. ഞാൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞെന്നുള്ളേ. അപ്പോ അലുവ വേണോന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് ദുനിയാവിലെ അലുവ വേണോ ആഖിറത്തിന്റെ അലുവ വേണോ? അതൊരു നമ്പരാ. മുസ്ലിയാക്കന്മാര് സാധാരണ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു നമ്പരാ. കാരണം ആഖിറത്തിൽ മതി എന്ന് പറയുമ്പോ പിന്നെ ഇവിടെ പൈസ ചെലവില്ലല്ലോ. അപ്പൊ ശരി, നമുക്ക് ആഖിറത്തിൽ കാണാന്ന് പറയും. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, എനിക്ക് ദുനിയാവിലെ അലുവ മതി, ആഖിറത്തിൽ ഞാൻ വാങ്ങിച്ചോളാം. കുടുങ്ങി, ഇനി വാങ്ങിച്ചു കൊടുക്കണ്ടേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, എന്റെ കയ്യിൽ നിനക്ക് അലുവ വാങ്ങി തരുന്നതിനുള്ള കാശില്ല. കുറെ നാളുകൾ കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വീട്ടിൽ വരുമ്പോൾ ഒരു ചെറിയ തളികയിൽ ഒരു കഷണം അലുവ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ മുമ്പ് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു അത്രേ. അപ്പൊ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയാണ്, ഇതെവിടെന്നാണ്? നമ്മളങ്ങനെ ചോദിക്കൂല. ഭാര്യ എന്തുകൊണ്ട് തന്നാൽ എപ്പോഴും നമ്മളങ്ങ് കഴിക്കും. ചിലപ്പോൾ കഥവിന്റെ ഇടയിൽ വെച്ച കോഴിയായിരിക്കും, എന്നാലും കുഴപ്പമില്ല, നമ്മൾ വാരി വലിച്ചങ്ങ് കഴിക്കും. ചോദിക്കണം, ഇതെവിടെന്നാണ് ചോദിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതെവിടെന്നാണ്? പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യ പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിലിരിക്കുന്ന വേണമെങ്കിൽ ആവശ്യപ്പെടുന്നത് മുഴുവനും കൊണ്ടു കൊടുക്കാൻ കഴിയുന്നതാ, പക്ഷേ കൊടുക്കാൻ കഴിയില്ല. എന്റെ അനുയായികൾ മുഴുവനും ഞാൻ ഭരണം നടത്തുമ്പോ എന്റെ കീഴിൽ
ബാക്കിയുള്ളവർ മുഴുവനും ഇതുപോലെ മധുരം കഴിക്കാറ്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവളെ നിനക്ക് മാത്രം ഞാൻ കൊണ്ടുതരുക? കൊടുത്തില്ല. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഒരു കഷണമലുവ ഇതുപോലെ കഷ്ടിച്ചു വെച്ച് കൊടുത്തപ്പോ ചോദിച്ചു, ഇതെവിടുന്ന? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, അവിടുന്ന് ഓരോ ദിവസവും നിന്റെ വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ് തരുമല്ലോ, അതിൽ നിന്ന് മിച്ചപ്പെടുത്തിയിട്ട് മാറ്റിവെച്ച് എന്റെ ജീവിതത്തിന്റെ വലിയ കൊതിയായിരുന്നല്ലോ ഇത് കഴിക്കുക എന്നത്. അങ്ങനെ ഞാൻ മിച്ചം പിടിച്ച് വാങ്ങിയതാണ് തങ്ങളെ. ഇത് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങുകയാണ്. അല്ലാഹുവേ, കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയുന്നു, റബ്ബേ, എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് ഞാൻ കൊടുത്തിരുന്ന ചിലവിന് കൊടുത്തിരുന്നത് കൂടുതലായിരുന്നു. അല്ലാ, നീ പൊരുത്തപ്പെട്ട് തരണ റബ്ബേ. കൊടുത്തിരുന്നത് കൂടുതലായതുകൊണ്ടല്ലേ അതിൽ നിന്ന് മിച്ചം പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് കഴിയുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ, നീ പുറത്തു വരണേ എന്ന് പറഞ്ഞു പോരെങ്കിലോ നിന്റെ ഭാര്യ പറയുമ്പോ, നിന്റെ മക്കള് പറയുമ്പോ, നിന്റെ കൂട്ടുകാര് പറയുമ്പോ, ഹറാമ് ഹലാല് നോക്കാതെ പണം കൊണ്ട് വാരി എറിഞ്ഞു കൊടുക്കുന്നവര് സൂക്ഷിച്ചുകൊള്ളുക. ഇന്നലി കുല്ലി ഉമ്മത്തിന് ഫിത്ന വഫിത്നത്തു ഉമ്മത്തിയൽ മാ. എല്ലാ സമുദായത്തിനും അല്ലാഹു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. എന്റെ സമുദായത്തിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന പരീക്ഷണം അത് സ്വന്തത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അധികാരത്തിൽ നിന്നുകൊണ്ടൊരു ചെറിയ കളവ് പോലും കാണിക്കാറ് മാതൃകയോടുകൂടി ജീവിതം നയിച്ചു പോരെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് മഹരിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്തോ, മാ തറക മാലം വലാ ശൈഅ. എന്റെ പ്രിയപ്പെട്ട പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തുണ്ട് തുണി പോലും അനന്തരമായി ബാക്കി വെച്ചിട്ടില്ല, ഒരൽപ്പം പോലും ബാക്കി വെച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സർവ്വതും കൊടുത്തു പോയല്ലോ. അല്ലാഹുവേ, നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് വരണമല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വരണമല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് പറയുന്നതിന് മുമ്പ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതിന്റെ ഗുണപാഠങ്ങൾ പറയുന്നതിന് മുമ്പ്, എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു 5 മിനിറ്റ് ഞാൻ സ്വതക്ക ചോദിക്കുകയാ. അത് ചോദിക്കുമ്പോ നിങ്ങൾ ചിലർ എഴുന്നേറ്റ് പോകുമായിരിക്കാം, പ്രയാസം ഔഷാദമാക്കില്ല. കാരണം എന്തെന്നറിയോ, നിങ്ങളുടെ പോക്കറ്റിന്റെ അകത്തിരിക്കുന്ന കാശ് നിങ്ങളുടെ കഴിവ് കൊണ്ട് കിട്ടിയതാണോ, നിങ്ങളുടെ പരിശ്രമം കൊണ്ട് കിട്ടിയതാണോ? ഒരിക്കലുമല്ല ചെറുപ്പക്കാരോ. ഇന്ന് 1 ലക്ഷം രൂപ ഇരുന്ന നാളെ 1 രൂപയാക്കാൻ രാജാവിരാജനാടെ പടച്ചോന് കഴിയുമെന്ന് നീ മറക്കണ്ട. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടാകാനുള്ളത് മരണപ്പെടുന്ന സമയത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട കടുവയിൽ പള്ളിയിൽ വന്ന ഉമ്മമാരോട് പറയുകയാ, അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തിരുന്ന് വിട പറയുമ്പോ എത്ര ആളുകളാണ് ആ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. ഈ ലോകത്തിരുന്ന് മഹാന്മാര് സൂഫിയാക്കൾ മരണപ്പെടുമ്പോ 3-4 ദിവസം മുമ്പ് വടക്കൻ മലബാറിൽ മരണപ്പെട്ടു പോര സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പണ്ഡിതൻ പാറന്നൂർ ഉസ്താദ്, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ ജീവിതത്തെ ഒരുപാട് ഗൗരവത്തോടുകൂടി കണ്ടതുകൊണ്ട് മരണപ്പെടുന്ന സമയത്ത് അവർക്ക് അല്ലാഹു ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിരുന്നവരില്ലേ. ഈ നടുറോഡിലൂടെ എത്ര പേരാ മരിച്ചു വീണത് പ്രിയപ്പെട്ടവര്. 2 ആഴ്ച മുമ്പ് ആറ്റിങ്ങലിൽ വെച്ച് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ വൈഫിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ മറുഭാഗത്ത് മാജിദ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട പെങ്ങള് ഒരു ചെറിയ സ്കൂട്ടി എന്ന് പറയുന്ന വാഹനത്തിലൂടെ വന്നിട്ട് അല്ലാഹുവേ വോട്ടേക്ക് ദൈവ കയറി പോകുമ്പോ ഒരു ലോറി വന്നിട്ട് ടയർ കയറി ഇറങ്ങിയിട്ട് ഹെൽമറ്റ് ധരിച്ചിരുന്ന തലയില്ലേ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയത് അതിലേ പോകുന്നവരൊക്കെ കണ്ടുകൊണ്ട് കണ്ണുപെട്ടി പോരെങ്കിലും എന്റെ പ്രിയമുള്ള ഉമ്മ 3-4 ആഴ്ച മുമ്പ് നൗഷാദ് പോലെ പാതിരാത്രി പ്രസംഗത്തിന് കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് യാത്ര ചെയ്യുമ്പോ പരിയാരം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ വെച്ചെന്റെ വാഹനമൊന്ന് ചെറുതായിട്ട് തട്ടിയപ്പോ സുബ്ഹാനല്ലാഹ്
അത്ഭുതകരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ രക്ഷപ്പെട്ടു പോയത്. അവിടെ വാഹനവുമാര് ബന്ധപ്പെട്ട് ഇറങ്ങി വന്നപ്പോ അതിലെ പോലെ ചെറുപ്പക്കാരൊക്കെ വണ്ടി നിർത്തിയിട്ടിറങ്ങുകയാ. എന്ത് പറ്റൂ സ്ഥാരോ ഞാൻ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് തട്ടിയരാ. ആ വളവിലേക്ക് നോക്കിയിട്ടാ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പറഞ്ഞതെന്തെന്നറിയോ? സ്ഥാനയിൽ നിന്റെ മജിലിസിന്റെയായ അല്ലെങ്കിൽ ഈ വളവ് മതിയല്ലേ, നൂറുകണക്കിന് ആളുകൾ ഈ റോഡിൽ കിടന്നു കിടന്ന് മരണപ്പെട്ടു പോയവരാ. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന മക്കൾക്ക് ഈ സദഖ കൊണ്ടല്ലാതെ അപകടം കൊടുക്കാതിരിക്കാൻ, ഒരു ദുരന്തമല്ലാതെ കൊടുക്കാതിരിക്കാൻ, ഒരു ദുരിതമല്ലാതെ കൊടുക്കാതിരിക്കാൻ KTACയുടെ സമക്ഷത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കടുവയേറ്റങ്ങളുടെ വിരിമാറിലേക്ക് 10-20 രൂപ വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോ അതിന്റെ ബറക്കത്ത് കൊണ്ട് ലോകത്തൊരുപാട് നേട്ടങ്ങളല്ലാതെ നിങ്ങൾക്ക് തന്നൊരു അനുഭവത്തിലൂടെ പാഠമുള്ളവരെ, ആ മഹാനുഭാവന് വേണ്ടി ഫാത്തിഹ ഓതിയ, ഔലിയാക്കന്മാർക്ക് വേണ്ടി ഫാത്തിഹ ഓതിയ, ആത്മമിത്രത്തിന്റെ മധുപൂർണ്ണ ചരിത്രം പറഞ്ഞ സ്വർഗത്തിന്റെ വേദിയിൽ ഇരുന്നുകൊണ്ട് ചോദിക്കുകയാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളെ 63ാമത്തെ വയസ്സാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പനി കൊടുത്തതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും പനി വരികയാണ്. 15 വർഷത്തോളം പനിച്ചു കിടക്കുകയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ജീവിതത്തിൽ ആ സമയത്ത് പോലും എപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നതെന്താ? ഇലാഹി ലസ്തു മിൻ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരി ജഹീമി. അല്ലാഹു നിന്റെ മുത്തുനിബിതങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് വിരുദ്ധോണ്ടിയിട്ട് എനിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു പോരെങ്കിൽ, അല്ലാഹുവേ പടച്ചവരേ നിന്റെ സ്വർഗത്തിന് ഒരിക്കലും എനിക്കറികയില്ലല്ലോ. ആരാ പറയുന്നത്? ചെറുപ്പക്കാരാ, ഇന്ന് സ്വർഗവും നരകവും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുമ്പ് കിട്ടുമെന്ന് ചിന്തിക്കുന്ന മടയന്മാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും മനസ്സിന്റെ അകത്ത് വല്ലാത്ത ഭയപ്പാട് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആശങ്കയാണ്, മനസ്സിന്റെ അകത്ത് ആശങ്കയാണ്. അല്ലാഹുവേ അല്ലാഹുവേ വലാ അഖ്വാ അലാ നാരി ജഹീമി. ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ജഹീം എന്ന നരകാഗ്നിയില്ലേ, അത് താങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല അല്ലാ. കണ്ണും പെണ്ണും മണ്ണിനും വേണ്ടിയിട്ട് അല്ലാഹുവിനെ മറക്കുന്ന ചെറുപ്പക്കാരാ, ഫേസ്ബുക്കിലൂടെ കണ്ട റോസാപ്പൂവിന്റെ പരിമളം പരത്തുന്ന പെൺകുട്ടിയുടെ, ചുമന്ന ചുണ്ടുള്ള പെൺകുട്ടിയുടെ, താമ്പക്കാക്കമുള്ള പെൺകുട്ടിയുടെ പിന്നാലെ അല്ലാഹുവിനെ മറന്നിട്ട് പേ പിടിച്ചവരെ പോലെ പരക്കം പോയുന്ന ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ, ഓർത്തു നോക്കുമോനെ, സർവ്വതും അല്ലാഹുവിന് കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, വലാ അഖ്വാ അലാ നാരി ജഹീമി. അല്ലാഹുവിന്റെ നരകത്തീയുടെ ചൂട് വാങ്ങാനുള്ള കഴിവെനിക്കില്ല അല്ലാ. പറയുകയാണ് മരണക്കിടക്കയിൽ അതെങ്ങനെ പറഞ്ഞിട്ട് പൊട്ടിക്കറിയുകയോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആരെന്നോർത്തുകൊണ്ട് വേദനയോടെ കഴിഞ്ഞുകൂടേണ്ടവരില്ലേ നമ്മള്? നാളിതുവരെ നിങ്ങൾ ഇത്രത്തോളം നിസ്കരിച്ചിട്ട് ഏതെങ്കിലും ഒരു റക്അത്തിൽ നരകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് കരയാ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാളിതുവരെ നിങ്ങൾ ഏതുവരെ ഇബാദത്ത് ചെയ്തിട്ട് പാതിരാ സമയത്ത് റമളാനിന്റെ രാവുകളിൽ ദുആറിന്നിട്ട് എന്റെ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഭയാനകരമായ അലാബിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാ എന്റെ പ്രിയപ്പെട്ടവരെ നാളിതുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവസാന സമയത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്ന ഒരു ദുആ, തവഫനി മുസ്ലിമാ എന്നൊരു അനുസരണയുള്ളവനായിട്ട് മരിപ്പിക്കണേ അല്ലാ. എന്തേ അവരെല്ലാം അങ്ങനെ പറഞ്ഞു പോയെന്നറിയുമോ? സോലിഹിൽ മോമിനി അബൂബക്കർ ഉമർ, അതേ വിശ്വാസികളിൽ ഏറ്റവും സോലിഹീങ്ങളായവർ അബൂബക്കറാണ് ഉമറാണ് എന്ന് റളിയല്ലാഹു തആല അൻഹുമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോരെങ്കിൽ അവർ പോലും ആരെങ്ങ ഓർത്തുകൊണ്ട് വേദനയോടെ കരഞ്ഞിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയതെങ്കിൽ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന കടുവയിൽ പള്ളിയുടെ പരിസരത്ത് വന്ന കല്ലമ്പലം സ്വദേശികളാറ്, ആലങ്കോട് സ്വദേശികളാറ്, ചിറയങ്കിയുടെ മാറ്റിങ്കൽ, തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത് ഹറാമിലേക്കല്ലേ, കാണുന്നത് ഹറാമുകളല്ലേ, കഴിക്കുന്നത് ഹറാമുകളല്ലേ,
ചിന്തിക്കുന്നത് ഹറാമുകളല്ലേ? ഈ രാത്രി ഇന്നുകൊണ്ടെന്ന് ഓർമ്മിച്ചുകൊണ്ട് കരയാ 15 ദിവസത്തോളം പനിപിടിച്ചു കിടന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ അവസാനം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹ് പിടിക്കുമ്പോ പരിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ പരിമളമോ മദീനയുടെ ചുറ്റുവട്ടത്ത് വരക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് സ്വർഗ്ഗത്തിന്റെ നിറം വരികയാ. പത്തുനബി തങ്ങളുടെ റൗളാ ശരീഫിന്റെ അരികിലാ കൊണ്ടുവന്നടക്കാൻ കൊണ്ടുവന്നത്. അല്ലാഹുവേ, ഇന്ന് മദീനത്ത് വരുന്ന ജനലക്ഷങ്ങൾ ആദ്യമാർ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞാൽ രണ്ടാമത് പിന്നെ പറയുന്നത് യോ അബൂബക്കർ സിദ്ദീഖ്. ആ മുത്തുനബി തങ്ങളുടെ ചാരത്ത് മയ്യത്ത് കൊണ്ടുവച്ചപ്പോൾ അവിടെ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് വിടങ്ങിക്കേട്ട് ആരവമെന്തെന്നറിയുമോ? ഇന്ന് വരെ ഒരു മയ്യത്തിനും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇന്ന് വരെ ഒരു സഹാബിക്കും ആ സൗഭാഗ്യം കിട്ടിയിട്ടില്ല. കൊണ്ടുവെക്കുമ്പോ റൗളാ ശരീഫിന്റെ ഉള്ളറയിൽ നിന്ന് ആ ശരീരം വിടങ്ങിക്കേട്ടതെന്തെന്നറിയുമോ? ഇതാണ് ചെറുപ്പക്കാരോ, സുന്നത്ത് ജമാഅത്തിലാണ് ചെറുപ്പക്കാരോ. സൗദി അറേബ്യയുടെ അധികാരം കിട്ടിയാൽ ആദ്യമായിട്ട് മസ്ജിദുൻ നബവിയുടെ മദീനയുടെ റൗളാ ശരീഫിന്റെ പച്ചക്കുപ്പ പൊളിച്ചു കളയുമെന്ന് പറഞ്ഞ നട്ടലില്ലാത്തവന്, ആഴത്തിലില്ലാത്തവന്, ഇസ്സത്തില്ലാത്തവന് നിനക്ക് മദീനയിലേക്ക് കിടക്കാനുള്ള ഭാഗ്യം പോലെ അല്ലാഹ് തന്നിട്ടുണ്ടോ? നീ മക്കത്ത് പോയിട്ട് തിരിച്ചു വരികയല്ലേ? നിനക്ക് മദീനത്ത് പോകാനുള്ള യോഗ്യതയില്ലടാ. പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ പച്ചക്കുപ്പ പൊളിച്ചു കളയുന്നത്? ആ പച്ചക്കുപ്പ പച്ചയായത് കൊണ്ടാണ് ലോകത്തുള്ള മരങ്ങളുടെ ഇലകൾക്കല്ല പച്ച നിറം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റോ? ഓരോ ഇലകളും പള്ളിയുടെ മിനാരത്തിന്റെ കുപ്പയുടെ, മദീനയുടെ കുപ്പയുടെ മോഡലാക്കിയത് ആ കുപ്പ എങ്ങനെയായത് കൊണ്ടാണെന്ന് ഞാൻ പ്രേമത്തോടെ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റോ? മദീനയുടെ മണ്ണ് കൊണ്ട് ഞാൻ എന്റെ കണ്ണിൽ സുറുമയിട്ട് നിന്ന് പറഞ്ഞു പൊട്ടിക്കറിഞ്ഞു പോയ സൂഫിയാക്കളുടെ നാടാണ് കേരളമെന്ന് മറക്കല്ല ചെറുപ്പക്കാരാ. മുത്തുനബിയുടെ ചാരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദേഹം കൊണ്ടുവച്ചപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതെന്തോ ഹബീബിനെ ഹബീബിലേക്ക് ചേർത്ത് വെച്ചുകൊള്ളുക. മുത്തുനബി മുഹമ്മദ് മുസ്തഫ ഹബീബിനെ ഹബീബിലേക്ക് ചേർത്ത് വെച്ചുകൊള്ളുക. സമയമായി എന്ന് പറഞ്ഞിട്ട് ആ പുണ്യഭൂമിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹനായകനായ മുത്ത് റസൂലിന്റെ ചാരത്ത് അൽഹംദുലില്ലാഹ് കിടക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രവാചകരെ അത്ഭുതപ്പെടുത്തിയ, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ആ ജീവിതത്തിൽ നിന്നും എന്റെ സഹോദരങ്ങളെ ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു പാഠം നിങ്ങൾ ഉൾക്കൊള്ളുക. എന്നിട്ട് അൽഹംദുലില്ലാഹ് ഇസ്സത്തോടുകൂടി നമുക്ക് മരണപ്പെടണം. മാരക രോഗം വരാതിരിക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഹശ്ർ നിങ്ങൾക്കറിയാം. ഉസ്താദ് ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുക്കുമ്പോൾ വ്യാഴാഴ്ച, അവസാന വ്യാഴാഴ്ച മാസങ്ങളിൽ ആ ക്ലാസ്സിൽ അത് നിങ്ങളെ പഠിപ്പിച്ചു തരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസബ്ബിഅൻ മിൻ ഖശിയത്തില്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് എല്ലാ ദിവസവും കൃത്യമായി പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു മാരക രോഗങ്ങൾ ഒരിക്കലും തരികയില്ല. നിങ്ങൾ ദ്വാരക്കണം. ആ ആയത്ത് സൂറത്തുൽ ഹശ്റിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ഇന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അലംഭാവത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതിനൊരു മാറ്റമുണ്ടാകണം. ആ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിന്റെ ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന്റെ മലരായി ഞങ്ങളുടെ ഈ നാടിന്റെ കറാമത്തുകളുടെ കനകക്കൊട്ടാരം തീർത്തുകൊണ്ട് കടുവയിൽ പള്ളിയുടെ തിരുമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതിയ ഫാത്തിഹ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അവിടുത്തെ കറാമത്തുകൾ ഒരുപാട് അനുഭവമുള്ളവരാണ് റബ്ബേ ഞങ്ങൾ. അവിടുത്തെ ഗുരുത്വവും പൊരുത്തവും അറിവില്ലാത്ത പാപികളായ ഞങ്ങൾക്ക് ഈ മജ്ലിസിൽ വന്ന മുഴുവൻ പേർക്ക് നീ തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അതിനേക്കാൾ വേഗത്തിൽ അവിടെ എത്താനുള്ള മഹാഭാഗ്യം പാവപ്പെട്ട ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, മരണപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്.
അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഉമ്മായ ഉപ്പായെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരു മജ്ലിസിൽ ഞങ്ങൾ മറക്കൂല റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് റബ്ബേ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഉപ്പ റമളാനിൽ മരണപ്പെട്ടു പോയി. ആ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ ദുആ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഉമ്മായുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പായുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ.